സ്വാഗതം എല്ലാ പ്രേക്ഷകർക്കും. ഇന്ന് ഇതുവരെയുള്ള വാർത്തയുടെ സമഗ്ര ചിത്രം നോക്കാം. പകൽ വാർത്തയിൽ ആദ്യം പ്രധാന വാർത്തകൾ. വർക്കലയിൽ കേരള എക്സ്പ്രസിൽ നിന്ന് പെൺകുട്ടിയെ തള്ളിയിട്ടത് കൊല്ലണമെന്ന ഉദ്ദേശത്തോടെയെന്ന് എഫ്ഐആർ. പ്രകോപന കാരണം സീറ്റിനടുത്ത് നിന്ന് മാറിക്കൊടുക്കാത്തത് ചോദ്യം ചെയ്തത്. കുറ്റം സമ്മതിച്ച പ്രതി സുരേഷ് കുമാർ. വധശ്രമത്തിന് കേസെടുത്തു. ആക്രമണത്തിനിരയായ സോനുവിന്റെ നിലയിൽ നേരിയ പുരോഗതി. വീണ്ടും ചർച്ചയായി കേരളത്തിലെ ട്രെയിനുകളിലെ സ്ത്രീകളുടെ സുരക്ഷാ പ്രശ്നങ്ങൾ. ശബരിമല സ്വർണ്ണ മോഷണത്തിൽ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എൻ വാസുവിനെ ചോദ്യം ചെയ്തത് പ്രത്യേക അന്വേഷണ സംഘം. മൊഴി കേസിൽ നിർണായകമാകുമെന്ന് സൂചന. ചോദ്യം ചെയ്തത് SIT തലവൻ SP ശശിധരൻ. രണ്ടാമത്തെ കേസിലും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. സംസ്ഥാന ചലച്ചിത്ര പുരസ്കാര പ്രഖ്യാപനം 3:30. മികച്ച നടനായി പരിഗണനയിലുള്ളത് മമ്മൂട്ടി, മോഹൻലാൽ, ആസിഫ് അലി, വിജയരാഘവൻ എന്നിവർ. മികച്ച നടിമാരാകാൻ നസ്രിയ നസീമും അനശ്വര രാജനും ജ്യോതിർമയിയും. സജീവ ചർച്ചയായി നിരവധി തവണ അവാർഡ് നേടിയ മുതിർന്ന താരങ്ങൾ. മാറി നിൽക്കേണ്ടേ എന്ന ചോദ്യം. തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വരും മുൻപേ കളത്തിൽ സജീവമായി സ്ഥാനാർത്ഥികൾ. തിരുവനന്തപുരത്തിന് പിന്നാലെ കൊച്ചിയിലെയും കോഴിക്കോട്ടെയും മേയർ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു കോൺഗ്രസ്. കോഴിക്കോട്ട് PM നിയാസ്, കൊച്ചിയിൽ ദീപ്തി മേരി വർഗീസും മിനിമോൾ ആന്റണിയും നയിക്കും. തലസ്ഥാനത്തെ ഇടതുകോട്ടയായ മുട്ടട പിടിക്കാൻ KSU വനിതാ നേതാവ് വൈഷ്ണ സുരേഷ്. ബീഹാറിലെ രണ്ടാം ഘട്ട വോട്ടെടുപ്പിന്റെ പരസ്യ പ്രചാരണത്തിന് നാളെ കൊട്ടിക്കലാശം. അവസാന ലാപ്പിൽ ചർച്ചയാകുന്നത് ഇന്ത്യ സഖ്യത്തെ പരിഹസിച്ച് പ്രധാനമന്ത്രി മോദി നടത്തിയ തോക്ക് ചൂണ്ടൽ പരാമർശം. ജാഗ്രതയില്ലെങ്കിൽ പോളിംഗ് ബൂത്തിൽ BJP വോട്ട് കൊള്ള നടത്തുമെന്ന് രാഹുൽ ഗാന്ധി. തെരുവുനായ ശല്യത്തിൽ ശക്തമായ ഇടപെടലുമായി സുപ്രീം കോടതി. സർക്കാർ സ്ഥാപനങ്ങളുടെ പരിസരത്ത് നായകൾക്ക് ഭക്ഷണം നൽകുന്നതിനെതിരെ നടപടിയുണ്ടാകും. ഇടക്കാല ഉത്തരവ് വെള്ളിയാഴ്ച. മെസ്സി വരുമെന്ന് കായിക മന്ത്രി V അബ്ദുറഹ്മാൻ. മാർച്ചിൽ വരുമെന്ന് മുന്നർ അറിയിച്ച അർജന്റീന ടീമിന്റെ ഇമെയിൽ വന്നു. ഒരു 2 ദിവസങ്ങൾക്ക് മുമ്പ് നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട അർജന്റീനൻ ടീമിൻ്റെ ഒരു മെയിലിൽ മാർച്ചിൽ അവർ നിർബന്ധമായും വരാമെന്നും അടുത്ത ദിവസം തന്നെ അതിൻ്റെ ഒരു അനൗൺസ്മെന്റ് നടത്താമെന്നും അവർ അറിയിച്ചു. ഈ മാസം മത്സരം നടക്കാതെ പോയത് കലൂർ സ്റ്റേഡിയം നവീകരണം വൈകിയതിനാൽ. 15 ദിവസത്തിനകം ഫിഫ അംഗീകാരം കിട്ടുമെന്നും കായിക മന്ത്രി. കോയമ്പത്തൂരിൽ കോളേജ് വിദ്യാർത്ഥിനിയെ കൂട്ടബലാത്സംഗം ചെയ്തു. ദാരുണ സംഭവം വിമാനത്താവളത്തിന് സമീപം. കൊടും ക്രൂരത. ഒപ്പമുണ്ടായിരുന്ന കൂട്ടുകാരനെ മർദ്ദിച്ചവശനാക്കിയ പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയ ശേഷം അക്രമികളെ കണ്ടെത്താൻ 7-അംഗ അന്വേഷണ സംഘത്തെ നിയോഗിച്ച പോലീസ്. തെലങ്കാനയിൽ ലോറിയും ബസ്സും കൂട്ടിയിടിച്ച് 20 മരണം. ദുരന്തം രംഗറെഡ്ഡി ജില്ലയിലെ ചെവലയിൽ രാവിലെ 7:30. അപകടം ബൈക്കിനെ മറികടക്കാൻ ലോറി ശ്രമിക്കുന്നതിനിടെ. വിശദമായി നോക്കാം. വർക്കലയിൽ ട്രെയിനിൽ നിന്ന് തള്ളിയിട്ട് ഗുരുതരമായി പരിക്കേറ്റ പെൺകുട്ടിയുടെ ആരോഗ്യനിലയിൽ നേരിയ പുരോഗതി. പാലോട് സ്വദേശിനി സോനയെ വെന്റിലേറ്ററിൽ നിന്ന് മാറ്റി. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ തീവ്ര പരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ് പെൺകുട്ടി. ഇന്നലെ രാത്രിയാണ് ഓടുന്ന ട്രെയിനിൽ നിന്ന് സോനുവിനെ തള്ളിയിട്ടത്. മദ്യപിച്ചെത്തിയ പനച്ചിമൂട് സ്വദേശി സുരേഷ് കുമാറാണ് പെൺകുട്ടിയെ ആക്രമിച്ച് പുറത്തേക്ക് ചവിട്ടി തള്ളിയിട്ടത്. സോനുവിന്റെ സുഹൃത്ത് അർച്ചനയെയും പ്രതി ആക്രമിച്ചിരുന്നു. ഇയാൾക്കെതിരെ വധശ്രമത്തിന് പോലീസ് കേസെടുത്തു. സീറ്റിനടുത്ത് നിന്ന് മാറാത്തത് ചോദ്യം ചെയ്തതാണ് പ്രകോപന കാരണം. പ്രതിയെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. ഡാൻ കുര്യൻ വിവരങ്ങളുമായി ചേരുന്നു. ഡാൻ, ഈ പെൺകുട്ടിയുടെ ആരോഗ്യനിലയിൽ നേരിയ പുരോഗതി ഉണ്ട് എന്നുള്ള വിവരം ലഭ്യമാകുന്നത് തീർത്തും ആശ്വാസകരം തന്നെയാണ്. ആദ്യം അറിയേണ്ടത് ആശുപത്രിയിൽ നിന്നുള്ള പുതിയ അപ്ഡേറ്റ് എന്താണ്?
ആന്തരിക രക്തസ്രാവവും അതോടൊപ്പം തന്നെ അബോധാവസ്ഥയിലുമായിരുന്ന പെൺകുട്ടിയാണ് ആരോഗ്യനില വീണ്ടെടുത്തതിനെ തുടർന്ന് വെന്റിലേറ്ററിൽ നിന്ന് തീവ്രപരിചരണ വിഭാഗത്തിലേക്ക് മെഡിക്കൽ കോളേജിലെ തീവ്രപരിചരണ വിഭാഗത്തിലേക്ക് രാവിലെ തന്നെ മാറ്റിയിരിക്കുന്നത്. പരിക്കുകൾ ഭേദമായി വരാൻ കുറച്ച് സമയമെടുക്കും. കാരണം തലയ്ക്കും അതോടൊപ്പം മറ്റ് ശരീരഭാഗങ്ങൾക്കുമാണ് പരിക്കേറ്റിരിക്കുന്നത്. കാരണം ഈ വീഴ്ചയിൽ വലിയ തരത്തിൽ തലയ്ക്ക് ക്ഷതമേൽക്കുകയാണ് ഉണ്ടായത്. അങ്ങനെയാണ് ഇന്റേണൽ ബ്ലീഡിംഗ് ഉണ്ടായത് എന്നാണ് ആശുപത്രി അധികൃതരുടെ ഭാഗത്തുനിന്ന് ലഭിക്കുന്ന സൂചനകൾ. ആരോഗ്യ വിദഗ്ധരുടെ കർശനമായ നിരീക്ഷണത്തിലാണ് ഇപ്പോൾ ഐസിയുവിൽ ഈ പെൺകുട്ടി തുടരുന്നത്. അതേസമയം പെൺകുട്ടിയുടെ ഒപ്പമുണ്ടായിരുന്ന സുഹൃത്ത് അർച്ചന നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് വധശ്രമത്തിന് RPF കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. പലച്ചിമൂട് സ്വദേശി സുരേഷ് കുമാറിനെതിരെ കൊലപ്പെടുത്തുകയെന്ന ഉദ്ദേശത്തോടെയാണ് ആഞ്ഞു ചവിട്ടിയത് പുറത്ത് എന്നാണ് FIRലെ ഗുരുതരമായ പരാമർശം. എന്തായാലും അതിദാരുണമായ സംഭവത്തിൽ വിദഗ്ധ ചികിത്സയ്ക്ക് ശേഷം, അതായത് ഒരു ഘട്ടം പിന്നിടുമ്പോൾ വീണ്ടും ജീവിതത്തിലേക്ക് മടങ്ങി വരുന്നു ഈ 19-കാരി എന്ന ആശ്വാസകരമായ ഒരു വാർത്തയാണ് നമുക്ക് മെഡിക്കൽ കോളേജ് ആശുപത്രി അധികൃതരുടെ ഭാഗത്തുനിന്ന് ലഭിക്കുന്നത്. അതേസമയം പെട്ടെന്നുണ്ടായ ഒരു പ്രകോപനമാണ് ഇങ്ങനെയൊരു സംഭവത്തിലേക്ക് നയിച്ചത് എന്നാണ് പ്രതി അന്വേഷണ സംഘത്തിന് നൽകിയിരിക്കുന്ന മൊഴി. ആദ്യം പരസ്പര വിരുദ്ധമായി ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകി അന്വേഷണ ഉദ്യോഗസ്ഥരെ വഴിമുട്ടിക്കാനുള്ള ശ്രമമാണ് നടത്തിയതെങ്കിൽ പിന്നീട് കൃത്യമായ തെളിവുകൾ നിരത്തി സാക്ഷിമൊഴികളുടെയൊക്കെ വിവരങ്ങൾ അടക്കം പറഞ്ഞുകൊണ്ടാണ് കർശനമായ ചോദ്യം ചെയ്യൽ നടന്നത്. ആ ചോദ്യം ചെയ്യലിനൊടുവിലാണ് താൻ സീറ്റിൽ നിന്ന് എഴുന്നേറ്റ് മാറാൻ ആവശ്യപ്പെട്ടതുമായി ബന്ധപ്പെട്ടുണ്ടായ തർക്കമാണ് ഇങ്ങനെ ഒരു പ്രകോപനത്തിലേക്ക് നയിച്ചതെന്ന് സുരേഷ് കുമാർ വ്യക്തമാക്കിയത്. ഇയാൾ സ്ഥിരം മദ്യപാനിയായിരുന്നുവെന്നും കുടുംബ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ടെന്നും അക്രമവാസന ഉള്ള ഒരു സ്വഭാവമാണ് സുരേഷ് കുമാറിന് എന്നുമാണ് ഇതുവരെയുള്ള അന്വേഷണത്തിൽ ഉദ്യോഗസ്ഥർക്ക് ലഭിച്ചിരിക്കുന്ന വിവരം. പ്രതി എന്തായാലും കുറ്റം സമ്മതിച്ചല്ലോ അല്ലേ ഡാൻ? ഈ സംഭവം നമ്മൾ ഒരുപാട് ചർച്ച ചെയ്തതാണ്. സൗമ്യ കേസിന് ഇങ്ങോട്ട് ഇത് ഒരു വലിയ വിഷയമായിരുന്നു. പക്ഷേ ഇപ്പോഴും യാത്രക്കാരുടെ സുരക്ഷ, പ്രത്യേകിച്ചും ട്രെയിൻ യാത്രക്കാരുടെ സുരക്ഷ എന്തെന്നുള്ളൊരു വലിയ ചോദ്യം ഈ സംഭവത്തിന് ശേഷം ബാക്കി നിൽക്കുകയാണ്. തീർച്ചയായിട്ടും. അതായത് ട്രെയിനുകളിൽ പ്രത്യേകിച്ച് ഈ രാത്രികാലത്തുള്ള ട്രെയിനുകളിൽ വനിതാ യാത്രക്കാരുടെയൊക്കെ സുരക്ഷ ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ വലിയ തരത്തിൽ ചർച്ച ചെയ്യപ്പെട്ടതാണ്. അതുമായി ബന്ധപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യം ഈ ട്രെയിനിൽ ഉൾപ്പെടെ ഉണ്ടായിരുന്നുവെന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചനകൾ. പക്ഷേ സാധാരണയായി സ്ലീപ്പർ ക്ലാസുകളിലും അതോടൊപ്പം മറ്റ് AC കോച്ചുകളിലുമൊക്കെയാണ് ഈ റെഗുലറായിട്ടുള്ള പരിശോധന നടക്കുന്നത്. ജനറൽ കമ്പാർട്ട്മെന്റ് ഏറ്റവും പിൻവശത്തും മുൻവശത്തും എപ്പോഴും സ്റ്റോപ്പുകളിൽ നിർത്തുമ്പോൾ ആളുകൾ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്ന കമ്പാർട്ട്മെന്റാണ്. കൂടുതൽ യാത്രക്കാർ ഉള്ളത് ജനറൽ കമ്പാർട്ട്മെന്റിലായിരിക്കും. ആ ഒരു വിശ്വാസത്തിലാണ് അവരും ജനറൽ കമ്പാർട്ട്മെന്റിൽ ഈ രണ്ട് പെൺകുട്ടികളും യാത്ര ചെയ്തത്. പക്ഷേ വളരെ അപ്രതീക്ഷിതമായി പ്രകോപനപരമായ ഒരു ഇടപെടൽ ഈ സുരേഷ് കുമാറിന്റെ ഭാഗത്തുനിന്നുണ്ടാകുകയായിരുന്നു. മാത്രമല്ല തലനാരിഴയ്ക്കാണ് ഒപ്പമുണ്ടായിരുന്ന സുഹൃത്ത് ഈ പുറത്തേക്ക് തെറിച്ചു വീഴാതെ രക്ഷപ്പെട്ടതെന്നാണ് അവർ തന്നെ മാധ്യമങ്ങളോട് വ്യക്തമാക്കിയിരിക്കുന്നത്. അതിനപ്പുറത്തേക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഒരു വീഴ്ച ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്നുണ്ടായതായി റെയിൽവേ ഇതുവരെ വിശദീകരിക്കുന്നില്ല. മാത്രമല്ല പ്രായോഗികമായ ചില തടസ്സങ്ങൾ, എല്ലാ കമ്പാർട്ട്മെന്റിലും ഉദ്യോഗസ്ഥരെ നിയമിക്കുക എന്നതൊക്കെ അടക്കമുള്ള ആവശ്യങ്ങൾ, സുരക്ഷാ ഉദ്യോഗസ്ഥരെ നിയമിക്കുക എന്നടക്കമുള്ള ആവശ്യങ്ങൾ പല ഘട്ടങ്ങളായി ഉയർന്നെങ്കിലും അതിനുള്ള പ്രായോഗിക ബുദ്ധിമുട്ടുകളാണ് അവർ ചൂണ്ടിക്കാണിക്കുന്നത്. അതേസമയം ഇപ്പോഴുണ്ടായിരിക്കുന്ന ഈ സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ രാത്രികാലങ്ങളിൽ ഉൾപ്പെടെ വനിതാ കോച്ചുകളിൽ അടക്കം കൃത്യമായി പരിശോധന കർശനമാക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് RPF എത്തിയിരിക്കുകയാണ്. ഡാൻ കുര്യനാണ് വിവരങ്ങൾ നൽകിയത്. ഞെട്ടലോടുകൂടിയാണ് ഈ സംഭവം കേട്ടതെന്നാണ് പ്രതി സുരേഷ് കുമാറിന്റെ അയൽവാസിയും പഞ്ചായത്ത് അംഗവുമായ ഷീല പ്രതികരിക്കുന്നത്. പ്രതി സുരേഷ് കുമാർ മദ്യപിച്ച് ഭാര്യയെ മർദ്ദിക്കുന്നത് പതിവാണെന്നുമാണ് ഷീല പറയുന്നത്. ഷീലയുടെ വാക്കുകളൊന്ന് കേൾക്കാം. സുരേഷ് എന്ന് പറയുന്ന വ്യക്തിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ അയാളൊരു മദ്യപാനിയാണ്. പക്ഷെ സമൂഹത്തിൽ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കുന്ന ആളല്ല. മദ്യപിച്ചിട്ട് വന്ന് ഭാര്യയായിട്ട് അടിയും വഴക്കമൊക്കെ ഉണ്ടാക്കും, ഭാര്യയെ അടിക്കും, അങ്ങനെ ഭയങ്കര വിഷയങ്ങളൊക്കെ ഉണ്ടാകുമായിരുന്നു. അങ്ങനെ അതിൻ്റെ പേരിൽ ഭാര്യയെ പിണങ്ങി വേറൊരു വീട്ടിലോട്ട് മാറി താമസിക്കുകയാണ്. മക്കൾ അയാളുടെ സംരക്ഷണയിലാണ്, അയാളുടെ വീട്ടിൽ തന്നെ ഉണ്ട്. ഒരു മോനും ഒരു മോളും ഉണ്ട്. അപ്പം ഈ സുരേഷിൻ്റെ ഫാമിലിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ എല്ലാം നല്ല ആൾക്കാരാണ്. അതായത് സമൂഹത്തിൽ ജനങ്ങളുമായിട്ട്, അതായത് സമൂഹത്തോട് ചേർന്ന് നിന്ന് പാവപ്പെട്ട ആൾക്കാരെയൊക്കെ സഹായിക്കാനും ഒക്കെ ഉള്ള, അതായത് പള്ളിയുമായിട്ടൊക്കെ നല്ല ആക്റ്റീവായിട്ടൊക്കെ നിൽക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ ഇതുപോലൊരു പശ്ചാത്തലം മറ്റാർക്കും ഇല്ല. ഇയാൾ മദ്യപിച്ചതിൻ്റെ പേരിൽ ഇങ്ങനെ ആയിപ്പോയതാണ്. പ്രതി സുരേഷ് കുമാർ മദ്യപാനിയാണെങ്കിലും മുൻപ് പെൺകുട്ടികളോട് മോശമായി പെരുമാറിയതായി അറിവില്ലെന്നാണ് സമീപവാസിയും ജനപ്രതിനിധിയുമായ ശ്യാം പ്രതികരിക്കുന്നത്. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്. മദ്യപാനിയാണെങ്കിൽ ഞാൻ ഇന്നുവരെ അദ്ദേഹത്തെ വേറൊരു രീതിയിലുള്ള
പെൺകുട്ടികളെ ഉപദ്രവിച്ചതായിട്ട് എനിക്ക് ഇന്ന് വരെ അറിവില്ല. ഇപ്പോൾ ഇന്ന് ട്രെയിനിൽ നടന്നത് സംഭവം അത് എന്താണെന്ന് വാർത്തയിലൂടെയാണ് ഞാൻ അറിഞ്ഞത്. ആ വസ്തുതയിൽ നിജസ്ഥിതി ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് അദ്ദേഹത്തിന് അർഹിക്കുന്ന ശിക്ഷ വാങ്ങിക്കൊടുക്കണം. നാട്ടിൽ അദ്ദേഹത്തിൻ്റെ കുടുംബമോ അദ്ദേഹമോ ഒരു തരത്തിലുള്ള വിഷയവും ഇന്ന് വരെ നടത്തിയിട്ടുള്ളതായിട്ട് എൻ്റെ അറിവിൽ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. മറ്റൊന്നും എനിക്ക് ഇതിനെക്കുറിച്ച് വേറെ അദ്ദേഹത്തിൻ്റെ കുടുംബത്തെക്കുറിച്ച് ആർക്കും ഒരു മോശപ്പെട്ട ഒരു അഭിപ്രായമൊന്നും നമ്മുടെ നാട്ടിൽ ഇതുവരെ ആയിട്ടില്ല. സൗമ്യ നേരിട്ടതിന് സമാനമായ ക്രൂരകൃത്യമാണ് വർക്കലയിൽ ഉണ്ടായതെന്ന് ട്രെയിൻ യാത്രയ്ക്കിടെ പീഡനത്തിനിരയായി കൊല്ലപ്പെട്ട സൗമ്യയുടെ അമ്മ പ്രതികരിച്ചു. 15 വർഷമായി സൗമ്യയ്ക്ക് സംഭവിച്ചത് വേറെ ആർക്കും സംഭവിക്കരുത് എന്നുള്ള ആവശ്യം ഉന്നയിച്ചുകൊണ്ടിരിക്കുകയാണെന്നും സൗമ്യയുടെ അമ്മ സുമതി പറഞ്ഞു. ഇതിപ്പോ അതിനെക്കാട്ടി അപ്പുറം സൗമ്യയുടെ അദ്ദേഹത്തിലാണ് ഇപ്പൊ ഈ ഒരു സംഭവം നടന്നിരിക്കുന്നത്. ഒരു ട്രെയിനിൽ നിന്ന് എടുത്തൊരു പെൺകുട്ടീനെ എടുത്ത് ചവിട്ടി പുറത്തേക്ക് ആക്കുക എന്നെല്ലാം പറഞ്ഞാൽ അത് ഭയങ്കര ഒരു ഉൾക്കൊണ്ടു പോകാൻ പറ്റാത്തൊരു കാര്യം. അത് ആ സ്ഥലം അങ്ങനത്തെ ഒരു സ്ഥലവും എന്തെങ്കിലും സംഭവിച്ചു പോയിരുന്നെങ്കിൽ എന്ത് ചെയ്യും? അപ്പൊ എനിക്കിതിൽ പറയാനുള്ളത് എന്താ വെച്ചാൽ റെയിൽവേ സുരക്ഷിത അത് വളരെ കാര്യമായിട്ട് ഇത് പറഞ്ഞ് അവസാനിക്കുന്ന സമയത്ത് ഈ ഒരു സംഭവം ഉണ്ടാവുന്ന സമയത്ത് മാത്രമല്ല ഈ ഒരു കാര്യം ചെയ്യേണ്ടത്. എന്നേക്കുമായി നമ്മളിപ്പോ എല്ലാവിടും റെയിൽവേ സ്റ്റേഷനും എല്ലാം ഇതായിട്ടാണ് വരുന്നത്. പക്ഷെ അതേപോലെ ഒരു സുരക്ഷിത ഈ ട്രെയിനിൻ്റെ ഉള്ളിലും കൂടി അവർ വെക്കണം. അത് വെക്കേണ്ടത് നിർബന്ധമുള്ളൊരു കാര്യമാണ്. കാരണം ഇന്നത്തെ ഉള്ള സ്ത്രീകളുടെ ആയാലും കുട്ടികളുടെ ആയാലും അവരുടെ സുരക്ഷിത അത് റെയിൽവേ അത് അംഗീകരിച്ചേ പറ്റൂ. ഇങ്ങനെ മദ്യപാനം കഴിച്ചിട്ട് ഓരോരുത്തർ ട്രെയിനിൽ വന്ന് കയറി ഇത്രയും പോലീസ് ഓരോ സ്റ്റേഷനിൽ എത്തുന്ന പോലീസുകാരും കാര്യങ്ങളും എപ്പോഴും ഉണ്ടാവുന്ന സ്ഥലമാണത്. അപ്പൊ ആ സ്ഥലത്ത് നിന്ന് ഇങ്ങനെ ഒരു അവസ്ഥ വന്നെന്ന് പറയുമ്പോൾ അത് ഒരിക്കലും പറ്റുന്നില്ല. അപ്പൊ ഇതിന് സുരക്ഷിതം അത് റെയിൽവേ എത്രയും വേഗം അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്തേ പറ്റൂ. മൂന്നാർ ടാക്സി ഡ്രൈവർമാരിൽ നിന്ന് ദുരനുഭവം ഉണ്ടായെന്ന് വിനോദസഞ്ചാരിയായ പെൺകുട്ടി. മുംബൈ സ്വദേശിനി ജാൻവിയാണ് ദുരനുഭവം സോഷ്യൽ മീഡിയ വഴി പങ്കുവച്ചത്. ഊബർ കാറിൽ സഞ്ചരിക്കാൻ അനുവദിച്ചില്ലെന്നും മൂന്നാറിലെ ഡ്രൈവർമാർ ഭീഷണിപ്പെടുത്തിയെന്നും യുവതി പറഞ്ഞു. So today morning we were leaving Munnar and our BNB host casually told us that there are no Uber or Ola pickups allowed in Munnar. Not available. Not allowed. We had already booked the cab. We asked him that why is it so? Why are they not allowed to pick us up from here when they were the ones who dropped us? He told us that because of the union. And then he basically warned us that if we still want to go by Uber, we have to call him to a different location and then we have to meet him there and make sure that nobody notices us. So we went. We found the Uber guy. We started loading our bags and as soon as we started doing that, out of nowhere, 5 to 6 men appeared. Apparently, they had been following us. These people, they started threatening our cab driver, telling him that he can't take us. Nobody. പ്രിൻസ് ജെയിംസ് വിവരങ്ങളുമായി ചേരുന്നു. പ്രിൻസ്, ആ പെൺകുട്ടി വളരെ വ്യക്തമായി പറയുന്നുണ്ട് യൂബർ സർവീസുകൾ അവിടെ ഇല്ലാത്തതല്ല, അത് അനുവദിക്കില്ല, നോട്ട് അലൗഡ് എന്ന് വളരെ വ്യക്തമായി പെൺകുട്ടി പറഞ്ഞത്. അത് അവിടെ അനുവദിക്കില്ല എന്ന് തന്നെ ഭീഷണിപ്പെടുത്തിയെന്ന് പറയുന്നു. എന്തായിരുന്നു ഈ സംഭവം? എപ്പോഴായിരുന്നു? കഴിഞ്ഞ 30-നാണ് ഈ മുംബൈ സ്വദേശിയായ ജാൻവി എന്ന യുവതിക്ക് ഇത്തരത്തിലൊരു ദുരനുഭവം മൂന്നാറിൽ നിന്നുമുണ്ടായത്. മൂന്നാറിൽ നിന്ന് തിരിച്ചു പോകുന്നതിനായി അത് ബുക്ക് ചെയ്ത ഊബർ ടാക്സിയിൽ ഇവരെ കയറാൻ അനുവദിക്കാതിരിക്കുകയായിരുന്നു. ഈ ഇത്തരത്തിലുള്ള സമാനമായ സംഭവം നിരവധി തവണ മൂന്നാർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ടാക്സി ഡ്രൈവർമാർ ഓൺലൈൻ ടാക്സി വാഹനങ്ങളെ മൂന്നാറിലേക്ക് കടത്താത്ത ഒരു ഇടപെടൽ പലതവണ ഉണ്ടായിട്ടുണ്ട്. ഇതിന്റെ സമാനമായ ഒരു അനുഭവമാണ് മുംബൈ സ്വദേശിയായ ജാൻവിക്ക് ഉണ്ടായത്. കഴിഞ്ഞ ആഴ്ചകളിലാണ് ഇവർ കേരള സന്ദർശനത്തിനായി എത്തിയത്. കൊച്ചിയും ആലപ്പുഴയും ഒക്കെ ഇവർ സന്ദർശിച്ചു. ഈ നമ്മുടെ നാടിന്റെ മനോഹാരിതയൊക്കെയും ആളുകളുടെ ഇടപെടലൊക്കെയും ഇവർ ഈ വീഡിയോയിൽ തുടക്കത്തിൽ പരാമർശിക്കുന്നുണ്ട്. ഈ കൊച്ചിയും ആലപ്പുഴയും സന്ദർശിച്ച ശേഷമാണ് ജാൻവി മൂന്നാറിലേക്ക് എത്തിയത്. എത്തിയപ്പോൾ തന്നെ ഇവർ താമസിക്കുന്ന പ്രദേശത്ത് നിന്നും ആളുകൾ അറിയിച്ചിരുന്നു തിരികെ നിങ്ങൾക്ക് പോകാൻ ഓൺലൈൻ ടാക്സികളെ ആശ്രയിക്കാൻ സാധിക്കില്ല, കാരണം ഇവിടെ യൂണിയന്റെ പ്രശ്നമുണ്ട്. യൂണിയൻ ഓൺലൈൻ ടാക്സികളെ ഊബർ ഓല തുടങ്ങിയ ഓൺലൈൻ ടാക്സികളെ മൂന്നാറിലേക്ക് വരാൻ അനുവദിക്കില്ല. അതുകൊണ്ട് മറ്റൊരു കാര്യം ചെയ്യണം, ഈ പ്രദേശത്ത് നിന്നും മാറി നിന്ന് മറ്റൊരു ലൊക്കേഷനിലേക്ക് ഇവരെത്താൻ അറിയിച്ച ശേഷം അവിടേക്ക് പോയി അവിടെ നിന്നും ഈ വാഹനത്തിൽ കയറി പോകണം എന്ന് ഇവർ അറിയിച്ചിരുന്നു. അങ്ങനെയാണ് ഇവർ മറ്റൊരു പ്രദേശത്തേക്ക് മാറി അവിടേക്ക് എത്തി. ഇവരുടെ സാധനങ്ങളൊക്കെ കയറ്റുന്നതിനിടെയാണ് ചില ചെറുപ്പക്കാർ ഇവിടെ എത്തുകയും ഇവരുമായി ബഹളം വെക്കുകയും ചെയ്തത്. തുടർന്ന് ഇവർ പോലീസിനെ അറിയിച്ചു. എന്നാൽ പോലീസ് വന്നതിന് ശേഷവും ഇത് ലഭിച്ചില്ല എന്ന് യുവതി പറയുന്നു. അതായത് പോലീസ് വന്നതിന് ശേഷം ഈ യൂണിയൻ പ്രവർത്തകരായ ടാക്സി ഡ്രൈവർമാരോട് മാത്രമാണ് സംസാരിച്ചത്. വിനോദസഞ്ചാരിയോട് സംസാരിക്കുകയോ അവരുടെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കാൻ ശ്രമിക്കുകയോ ചെയ്തില്ല. തുടർന്ന് ഈ യൂണിയൻ പ്രവർത്തകരുമായി സംസാരിച്ച ശേഷം
അവരുടെ വാഹനത്തിൽ കയറി പോകാൻ പോലീസ് ആവശ്യപ്പെടുകയായിരുന്നു. ഒപ്പം ഇവർ പ്രിൻസ്, ഈ സംഭവം അവിടെ ഇന്ന് ആദ്യമാണോ, അല്ലെങ്കിൽ ഇത്തരത്തിൽ തന്നെയാണോ? ഇത്തരത്തിൽ യൂബർ സർവീസുകളൊന്നും അവിടെ ഈ ടാക്സി ഡ്രൈവർമാർ അനുവദിക്കാറില്ലേ? ഭവ്യ, മൂന്നാർ മേഖലയിൽ സ്ഥിരമായി ഇത്തരത്തിലുള്ള പ്രതിസന്ധികൾ ഉണ്ടാകാറുണ്ട്. വിവിധ മേഖലകളിൽ നിന്നും ഓൺലൈൻ ടാക്സിയെ ആശ്രയിച്ച് മൂന്നാറിലേക്ക് എത്തുന്ന സഞ്ചാരികൾ ഇത്തരത്തിൽ നിരവധി തവണ ദുരന്തം നേരിട്ടിട്ടുണ്ട്. പലപ്പോഴും മൂന്നാറിലെ ടാക്സി ഡ്രൈവർമാർ ഇത്തരത്തിൽ യൂണിയൻ പ്രവർത്തകർ കൂട്ടത്തോടെ എത്തി ഇവരെ ഭീഷണിപ്പെടുത്തുകയും ഈ വാഹനത്തിൽ നിന്ന് ഇവരെ മാറ്റി അവരുടെ ടാക്സി വാഹനങ്ങളിൽ പോകണമെന്ന് അറിയിക്കുകയും ചെയ്യും. പലപ്പോഴും പോലീസിനെ ആശ്രയിച്ചു കഴിഞ്ഞാലും പോലീസും ഈ യൂണിയൻ പ്രവർത്തകരോടൊപ്പം നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. സഞ്ചാരികളുടെ ഭാഗത്തു നിന്നും നിൽക്കുന്ന അവരുടെ ബുദ്ധിമുട്ടുകൾ കേൾക്കുന്ന ഒരു സമീപനം പോലീസിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല. ഇന്ന് ഈ വീഡിയോയിൽ കൃത്യമായി ജാൻവി പറയുന്നുണ്ട് എന്തുകൊണ്ടാണ് ഓൺലൈൻ ടാക്സി വാഹനങ്ങളെ ആശ്രയിക്കുന്നതെന്ന്. ഒരു പെൺകുട്ടി അവർ സഞ്ചരിക്കുമ്പോൾ അവർക്ക് ആ ലൊക്കേഷൻ അടക്കമുള്ള കാര്യങ്ങൾ അവരുടെ പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്ത് നൽകാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഇവരുടെ യാത്രയുടെ വിശദാംശങ്ങൾ അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്നാൽ ടാക്സി വാഹനങ്ങൾ പോകുമ്പോൾ അത്തരത്തിലുള്ള ഒരു സാഹചര്യം ഉണ്ടാവില്ല. അതുപോലെ തന്നെ പ്രത്യേകിച്ചും ഇവരുമായി ബഹളം വെച്ച വഴക്കിട്ട വലിയ ആക്രോശിച്ച ആളുകളെ തടഞ്ഞെത്തി ഭീഷണിപ്പെടുത്തിയ ആളുകളുടെ കൂട്ടത്തിൽ തന്നെ പോകേണ്ടി വരുന്ന ഒരു അരക്ഷിതാവസ്ഥ യുവതി നേരിടേണ്ടി വരുന്ന ഒരു ബുദ്ധിമുട്ട് ഇതൊക്കെ ഇവർ ഈ പറയുന്നുണ്ട്. കാരണം ഒരു കേരള സന്ദർശനത്തിന് ശേഷം തിരികെ മടങ്ങുമ്പോൾ അത്തരത്തിൽ ഒരു തങ്ങളുമായി ബഹളം വെച്ച തങ്ങളെ ഭീഷണിപ്പെടുത്തിയ ഒരാളുടെ കൂട്ടത്തിൽ അല്ലെങ്കിൽ ആ ഡ്രൈവറുടെ കൂട്ടത്തിൽ യാത്ര ചെയ്യേണ്ടി വരിക എന്ന് പറയുന്നതിന് വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു കാര്യമാണ്. കാരണം ആ കേരളം കാണാനെത്തിയതാണ്, ടൂറിസത്തിനായി വന്നതാണ്. പക്ഷെ അതിനുശേഷം തിരികെ മടങ്ങുമ്പോൾ ഭയത്തോടെ ഇവർ എന്ത് ചെയ്യുമെന്ന് അറിയത്തില്ലാതെ മുടങ്ങേണ്ടി വരുന്ന സാഹചര്യം. അവർ ടാക്സി ഡ്രൈവറായി കൃത്യമായി കൊണ്ടുവിടുമായിരിക്കും. പക്ഷേ അവരെ സംബന്ധിച്ചോളം അവരുടെ മുൻപിലെത്തിയപ്പോൾ അവരുമായി ബഹളം വെച്ചവരാണ്, അവര് ഭീഷണിപ്പെടുത്തിയവരാണ്. അത്തരത്തിലുള്ള ആളുകളോട് സഞ്ചരിക്കേണ്ട ഒരു അവസ്ഥ. അതിൽ പോലീസും കൂട്ടി നിൽക്കുന്നു. ഇവരുടെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കുന്നില്ല. എന്തുകൊണ്ട് അവർ ഓൺലൈൻ വാഹനങ്ങൾ ആശ്രയിക്കുന്നു എന്ന് ചോദിക്കുന്നില്ല. അല്ലെങ്കിൽ അവർ അതുപോലെ ശ്രമിക്കാതെ ഈ വാഹനത്തിൽ പോകാൻ പറയുന്നു. ഇത്തരത്തിലുള്ള ദുരനുഭവമാണ് ഈ യുവതി പങ്കുവെച്ചത്. കേരള ടൂറിസത്തിൽ തന്നെ കേരളത്തിന് തന്നെ വലിയ അധികം നാണക്കേടുണ്ടാകുന്ന ഒരു സംഭവമാണ്. ഈ ഒരു പെൺകുട്ടി കേരളത്തിലേക്ക് വരുമ്പോൾ ഇത്തരത്തിലൊരു അനുഭവം ഉണ്ടാകുക. മൂന്നാൾ തന്നെ പലതവണ ഇത്തരത്തിലുള്ള പല സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ചും ടാക്സി ഡ്രൈവർമാരുടെ നേതൃത്വത്തിൽ. അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം തന്നെ കഴിഞ്ഞ ഏതാനും നാളുകൾക്ക് മുമ്പ് തന്നെ മൂന്നാറിൽ എറണാകുളം സ്വദേശികൾ എത്തിയപ്പോഴേക്ക് തന്നെ ഈ റൂം എടുക്കുന്നതുമായി ബന്ധപ്പെട്ട ഇത്തരത്തിൽ ഡ്രൈവർമാരുടെയും അല്ലെങ്കിൽ മൂന്നാർ കാണിക്കാൻ കൊണ്ടുപോകുന്ന ഗൈഡുമാരുടെയും ഒക്കെ നേതൃത്വത്തിൽ ഇടപെടലുകൾ ഉണ്ടാവുകയും അതും വലിയ ചർച്ചയാകുകയും ചെയ്തിരുന്നു. അതിൽ സമാനമായ നിരവധി വിഷയങ്ങൾ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. മൂന്നാറിലെ ഈ ഇത്തരം ടൂറിസം ആക്ടിവിറ്റികളിൽ യൂണിയന്റെ ആധിപത്യം ഉണ്ട് എന്ന് തന്നെയാണ് ഇത്തരം കാര്യങ്ങളൊക്കെ വ്യക്തമാക്കുന്നത്. ഭവ്യ, ശരി. പ്രിൻസ് ജെയിംസ് ആണ് വിവരങ്ങൾ നൽകിയത്. കോയമ്പത്തൂരിൽ കോളേജ് വിദ്യാർത്ഥിനിയെ തട്ടിക്കൊണ്ടുപോയി കൂട്ടബലാത്സംഗം ചെയ്തു. വിമാനത്താവളത്തിന് സമീപം ഇന്നലെ രാത്രി 11 മണിയോടെയായിരുന്നു സംഭവം. പെൺകുട്ടിയും ആൺ സുഹൃത്തും കാറിലിരിക്കുമ്പോഴാണ് മൂന്നംഗ സംഘം ആക്രമിക്കുന്നത്. ആൺ സുഹൃത്തിനെ മർദ്ദിച്ച് അവശനാക്കിയ ശേഷം ഇവർ പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോവുകയായിരുന്നു. അജയ് സുധാ ബിജു വിവരങ്ങളുമായി ചേർന്നു. അജയ്, ഈ സംഭവം അത് ഏറെ ദാരുണമായ സംഭവമാണ്. എന്താണ് ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ? ഭവ്യ, തീർച്ചയായിട്ടും ഞെട്ടിക്കുന്ന ഒരു സംഭവം തന്നെയാണ് നടന്നത്. എയർപോർട്ട് പോലെ വളരെയധികം ഒരു സുരക്ഷാ മേഖലയിൽ CCTV അടക്കമുള്ള സ്ഥലത്ത് നിന്നാണ് ഇത്തരത്തിലൊരു പെൺകുട്ടിയെ രാത്രി തട്ടിക്കൊണ്ടുപോയി കൂട്ടബലാത്സംഗം ചെയ്യുന്നത്. ഈ പെൺകുട്ടി ഒരു PG വിദ്യാർത്ഥിയാണ് എന്നാണ് വിവരം ലഭിക്കുന്നത്. രാത്രി സുഹൃത്തിനോടൊപ്പം കാറിലിരുന്ന് സംസാരിക്കുകയായിരുന്നു. അപ്പോഴാണ് കുറച്ച് ആളുകൾ ഈ സ്കൂട്ടറിൽ ഇവിടേക്ക് എത്തുകയും, മൂന്നംഗ സംഘമാണ് സ്കൂട്ടറിൽ ഇവിടേക്ക് എത്തുന്നത്. അവർ ഇവിടേക്ക് എത്തി ഈ കാറിന് മുന്നിൽ വണ്ടി നിർത്തി ഇവരെ ആക്രമിക്കുകയായിരുന്നു. ആക്രമിച്ച് ഈ ആൺ സുഹൃത്തിനെ, ഈ പെൺകുട്ടി സംസാരിച്ചു കൊണ്ടിരുന്ന ആൺ സുഹൃത്തിനെ മർദ്ദിച്ച് അവശനാക്കി അവിടെ ഉപേക്ഷിച്ച് പെൺകുട്ടിയെ അവർ തട്ടിക്കൊണ്ടു പോവുകയായിരുന്നു. തട്ടിക്കൊണ്ടുപോയത് ഏതാണ്ട് 1.5 കിലോമീറ്റർ അകലെയുള്ള ഒരു സ്വകാര്യ കോളേജിലേക്കാണ്. അവിടെ അതിന് പിന്നിലുള്ള മൈതാനത്ത് വെച്ചിട്ടാണ് ഈ പെൺകുട്ടിയെ പിന്നീട് പോലീസിന് ലഭിക്കുന്നത്. ഈ മർദ്ദിച്ചവശനാക്കിയ ഈ ആൺ സുഹൃത്ത് ബോധം മറയുന്നതിന് മുൻപ് പോലീസിനെ വിളിച്ചറിയിച്ചിരുന്നു. തുടർന്ന് പോലീസ് ഈ സ്ഥലത്തേക്ക് എത്തി. അതിനുശേഷം ഈ ആൺകുട്ടിയെ ആശുപത്രിയിലേക്ക് മാറ്റുകയുണ്ടായിരുന്നു. അതിനുശേഷം ഈ മേഖല മുഴുവൻ നടത്തിയ വ്യാപകമായിട്ടുള്ള തെരച്ചിലാണ് പിന്നീട് പെൺകുട്ടിയെ ലഭിക്കുന്നത്. ഈ സ്വകാര്യ കോളേജിന് പിന്നിലുള്ള ഈ മൈതാനത്ത് വെച്ച് പൂർണ്ണ നഗ്നയായിട്ടായിരുന്നു പെൺകുട്ടിയെ പോലീസിന് ലഭിച്ചത്. തുടർന്ന് ഈ പെൺകുട്ടിയെ അവിടെ നിന്ന് സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റുകയും
വരികയായിരുന്നു ചികിത്സയ്ക്ക്. ഈ ആൺസുഹൃത്ത് നിലവിൽ കോയമ്പത്തൂർ മെഡിക്കൽ കോളേജിലാണ് ചികിത്സയിലുള്ളത്. ഇപ്പോൾ നിലവിൽ ഈ പ്രതികൾക്കായിട്ട് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. പ്രതികൾ മോഷ്ടിച്ച ഒരു സ്കൂട്ടറുമായിട്ടാണ് ഇവിടേക്ക് എത്തിയതെന്നാണ് പോലീസിന് നിലവിൽ പ്രാഥമികമായിട്ട് വിവരം ലഭിച്ചിട്ടുള്ളത്. എന്നാൽ പ്രതികൾ ആരാണ് എന്നതിനെ സംബന്ധിച്ചുള്ള യാതൊരു വിവരങ്ങളും പോലീസിന് നിലവിൽ ലഭിച്ചിട്ടില്ല. CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ പോലീസ് പരിശോധിക്കുന്നുണ്ട്. വ്യാപക തെരച്ചിലാണ് നടത്തുന്നത്. 7 പ്രത്യേക അന്വേഷണ സംഘങ്ങളെ ഇതിനുവേണ്ടി സംസ്ഥാനം മുഴുവൻ വിന്യസിച്ചിട്ടുണ്ട്. ഈ മേഖല കേന്ദ്രീകരിച്ച്, കോയമ്പത്തൂർ മേഖല കേന്ദ്രീകരിച്ച് പ്രധാനമായിട്ടും അന്വേഷണം നടത്തുന്നുണ്ട്. എന്തായാലും വിഷയം ഞെട്ടിക്കുന്നതാണ്. വിഷയത്തിൽ ഇപ്പോൾ നിലവിൽ വിമർശനവുമായിട്ട് പ്രതിപക്ഷ പാർട്ടികളടക്കം രംഗത്ത് വന്നിട്ടുണ്ട്. ഇപ്പോൾ BJP നേതാവായിട്ടുള്ള അണ്ണാമലൈ പറഞ്ഞത് DMK സർക്കാരിന് കീഴിൽ തമിഴ്നാട്ടിൽ സ്ത്രീകൾ സുരക്ഷിതരല്ല. ഈ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം തുടർച്ചയായിട്ട് സ്ത്രീകൾക്കെതിരെ അതിക്രമങ്ങൾ നടത്തുന്നു. ഈ സ്ത്രീകളെ ആക്രമിക്കുന്നവരെ രക്ഷിക്കാൻ വേണ്ടി സർക്കാർ തലത്തിലുള്ള മന്ത്രിമാർ മുതൽ പോലീസുകാർ വരെ ശ്രമിക്കുകയാണ്. ഇത് തമിഴ്നാടിനെ ലജ്ജിപ്പിക്കുന്ന ഒരു സംഭവമാണ് നടന്നതെന്നാണ് അണ്ണാമലൈ പറഞ്ഞത്. എന്തായാലും ഇത് തീർച്ചയായിട്ടും ഈ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന MK സ്റ്റാലിൻ ഉൾപ്പെടെ വലിയൊരു അടി തന്നെയാണിത്. അജയ് സുധാ വിജുവാണ് വിവരങ്ങൾ നൽകിയത്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് N വാസുവിനെ ചോദ്യം ചെയ്ത് പ്രത്യേക അന്വേഷണ സംഘ തലവൻ SP ശശിധരനാണ് N വാസുവിനെ ചോദ്യം ചെയ്തത്. കേസിൽ N വാസുവിന്റെ മൊഴി നിർണായകമാണ്. ശബരിമലയിലെ സ്വർണ്ണപ്പാളി മോഷണവുമായി ബന്ധപ്പെട്ട അന്വേഷണം തുടരുന്ന SITയുടെ തലവൻ SP ശശിധരനാണ് മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കൂടിയായിരുന്ന N വാസുവിനെ കഴിഞ്ഞ ദിവസം വിശദമായി ചോദ്യം ചെയ്തത്. ഈ കേസുമായി ബന്ധപ്പെട്ട നിർണായകമായ ചില വിവരങ്ങൾ വാസുവിൽ നിന്ന് ചോദിച്ചറിഞ്ഞതായാണ് വിവരം. പക്ഷേ മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യലിനൊടുവിൽ വാസുവിനെ ചോദ്യം ചെയ്ത് വിട്ടയക്കുകയായിരുന്നു. മറ്റ് തുടർ നീക്കങ്ങളിലേക്കൊന്നും ഈ ഘട്ടത്തിൽ അന്വേഷണ സംഘം കടന്നിട്ടില്ല. അതേസമയം FIRൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന മറ്റ് 7 ദേവസ്വം ബോർഡ് ജീവനക്കാരെ കുറിച്ചുകൂടി വിവരങ്ങൾ ശേഖരിക്കുന്നുണ്ട് പ്രത്യേക അന്വേഷണ സംഘം. അവരെ കേന്ദ്രീകരിച്ചും അന്വേഷണം തുടരുകയാണ്. അങ്ങനെയെങ്കിൽ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യുന്നതടക്കമുള്ള തുടർ നീക്കങ്ങളിലേക്ക് കടക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. നിലവിൽ 3 പേരാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായിരിക്കുന്നത്. വിവാദ സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റി, ഇയാൾക്ക് പുറമെ മുരാരി ബാബു, അതോടൊപ്പം മുൻ എക്സിക്യൂട്ടീവ് ഓഫീസറായിരുന്ന സുധീഷ് കുമാർ. ഈ സുധീഷ് കുമാർ നിലവിൽ റിമാൻഡിലാണ്. അതേസമയം സുധീഷിനെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യാനുള്ള തുടർ നീക്കങ്ങളിലേക്ക് കൂടി പ്രത്യേക അന്വേഷണ സംഘം കടക്കുകയാണ്. ശബരിമല സ്വർണ്ണപ്പാളി കേസുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിന്റെ സമഗ്ര റിപ്പോർട്ട് 6 ആഴ്ചയ്ക്കകം കോടതിയിൽ സമർപ്പിക്കാനിരിക്കെയാണ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്ന് നിർണായകമായ നീക്കങ്ങൾ ഈ ഘട്ടത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ശബരിമല സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ട 2ാമത്തെ കേസിലും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. കട്ടിളപ്പാളിയിലെ സ്വർണം മോഷ്ടിച്ച കേസിലാണ് അറസ്റ്റ്. റാന്നി കോടതിയിൽ ഹാജരാക്കിയ ശേഷമാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കസ്റ്റഡിയിൽ വിട്ടു നൽകും. ശശിനാരായണൻ വിവരങ്ങളുമായി ചേരും. എന്തായാലും ഇന്ന് 2ാമത്തെ കേസായ ഈ സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ട്, അതും സ്വർണ്ണപ്പാളിയുമായി ബന്ധപ്പെട്ടുള്ള കട്ടിളപ്പാളിയിലെ സ്വർണവുമായി ബന്ധപ്പെട്ടുള്ള അറസ്റ്റാണ് ഇപ്പോൾ രേഖപ്പെടുത്തിയിരിക്കുന്ന വിവരമാണ് നമുക്ക് ലഭ്യമാകുന്നത്. ശശിനാരായണൻ ചേരുന്നു. ശശിനാരായണൻ, അങ്ങനെ 2ാമത്തെ കേസിലും അറസ്റ്റ് രേഖപ്പെടുത്തി അല്ലേ? തീർച്ചയായും കട്ടളപ്പാളിയിലെ സ്വർണ്ണം കവർന്ന കേസുമായി ബന്ധപ്പെട്ടാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. എന്തായാലും അറസ്റ്റ് ചെയ്യപ്പെടുത്തിയിരുന്നു. ഒപ്പം തന്നെ കസ്റ്റഡി ആവശ്യപ്പെട്ട് അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ കസ്റ്റഡി അപേക്ഷ പരിഗണിച്ചു. അതിനുശേഷമാണ് 10 ദിവസത്തേക്ക്, അതായത് ഈ വരുന്ന 10-ാം തീയതി വരെ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ SITയുടെ കസ്റ്റഡി വിടാൻ കോടതി ഉത്തരവുണ്ടായിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ റാന്നി കോടതിയിൽ നിന്ന് പുറത്തു കൊണ്ടുവരും. അതിന് ചില കോടതി നടപടിക്രമങ്ങൾ മാത്രം പൂർത്തിയാവുന്നുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം ഉണ്ണികൃഷ്ണൻ പോറ്റിയെ റാന്നി കോടതിയിൽ നിന്ന് പുറത്തു കൊണ്ടുവരും. എന്തായാലും അതിനുശേഷമായിരിക്കും അന്വേഷണം മറ്റു കാര്യങ്ങളൊക്കെ നടക്കുക. ആദ്യം FIR രജിസ്റ്റർ ചെയ്ത് ദ്വാരപാലകരുടെ ശില്പങ്ങളിലെ സ്വർണം കവർന്ന കേസുമായി ബന്ധപ്പെട്ടാണ്. അതിന്റെ കേസിലെ അറസ്റ്റ് ചെയ്യപ്പെടുത്തിയ റിമാൻഡിലായിരുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റി. തുടർന്നാണ് കോടതിയിൽ ഹാജരാക്കിയതിനു ശേഷം വീണ്ടും ഈ കട്ടളപ്പാളിയിലെ സ്വർണം കവർന്ന കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്യപ്പെടുത്തുകയും ഉടൻ തന്നെ കസ്റ്റഡിയിൽ അന്വേഷണ സംഘം വാങ്ങുകയും ചെയ്തിട്ടുണ്ട്. കോടതി അതിന് അനുവദിക്കുകയും ചെയ്തിട്ടുണ്ട്. 14 ദിവസമാണ് ആവശ്യപ്പെട്ടെങ്കിലും പ്രതിയുടെ അഭിഭാഷകൻ അത് എതിർക്കുകയും ചെയ്തു. എന്തായാലും 10 ദിവസം, ഈ വരുന്ന 10-ാം തീയതി വരെ 7 ദിവസത്തെ കസ്റ്റഡി ആണ് അനുവദിച്ചിട്ടുള്ളത്. എന്തായാലും അല്പസമയത്തിന് തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പുറത്തേക്ക് കൊണ്ടുവരും. കോടതി നടപടികളൊക്കെ പൂർത്തിയായതിനു ശേഷമായിരിക്കും കൊണ്ടുവരിക. എന്തായാലും ശബരിമല അടക്കമുള്ള സ്ഥലങ്ങളിൽ കൊണ്ടെത്തിച്ച് തെളിവെടുപ്പുള്ള കാര്യങ്ങൾ ഈ കാലഘട്ടങ്ങളിലെല്ലാം നടത്തേണ്ടതായിട്ടുണ്ട്. ഈ സ്വർണം കവർച്ചയുമായി ബന്ധപ്പെട്ട് ഗൂഢാലോചന നടത്തിയതും ഉണ്ണികൃഷ്ണൻ പോറ്റി നടത്തിയുള്ള കാര്യങ്ങളെല്ലാം വ്യക്തമാകേണ്ടതായിട്ടുണ്ട്. അതെല്ലാം വിശദമായി പരിശോധിച്ചതിന് ശേഷമായിരിക്കും പിന്നീട് നടപടികളിലേക്ക് കടക്കുക. എന്തായാലും കൂടുതൽ പേർ പ്രതികൾ ഉന്നതർ ഉള്ള ഒരു കേസാണ്. അതുകൊണ്ട് തന്നെ വിശദമായ ഒരു അന്വേഷണവും പരിശോധനയും ഇതിന് ആവശ്യമാണ്. അത്തരത്തിലാണ്
SIT കോടതിയിൽ കാര്യങ്ങൾ അവതരിപ്പിച്ചെന്തായാലും അല്പസമയത്തിലും തന്നെ ഉണ്ണികൃഷ്ണൻ പൊറ്റി റാന്നിക്കോയിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരും. ശരി, ശശിനാരായണനാണ് വിവരങ്ങൾ നൽകിയത്. 55ാമത് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം ഇന്ന് പ്രഖ്യാപിക്കും. മികച്ച നടനായി മമ്മൂട്ടിയോ ആസിഫ് അലിയോ എന്ന ആകാംക്ഷയിലാണ് സിനിമാ ആരാധകർ. തൃശൂരിൽ വെച്ച് അവാർഡുകൾ പ്രഖ്യാപിക്കും. മികച്ച നടിക്കും മികച്ച സംവിധായകനും മത്സരം കടക്കും. MS ഹരികൃഷ്ണൻ വിവരങ്ങളുമായി ചേരുന്നു. ഹരികൃഷ്ണൻ, സിനിമാ ലോകം ഒന്നടങ്കം ആകാംക്ഷയിലാണ്. മലയാളത്തിന്റെ മികച്ച നടൻ 2024 ആരായിരിക്കും, മികച്ച നടി ആരായിരിക്കും എന്നുള്ള കാത്തിരിപ്പിന് ഇനി കുറച്ച് നിമിഷങ്ങൾ മാത്രം. തീർച്ചയായും ഭവ്യ അങ്ങനെ തന്നെ പറയണം. 2022 നൻപകൽ നേരത്തെ മയക്കം എന്ന സിനിമയിലൂടെ മികച്ച നടൻ നേടിയ മമ്മൂട്ടി ഇത്തവണ 2024 വീണ്ടും ആവർത്തിക്കുമോ എന്നുള്ളതാണ് സിനിമാ ലോകം ഉറ്റുനോക്കുന്നത്. പ്രത്യേകിച്ച് വലിയ കനത്ത മത്സരം തന്നെയാണ് 5ാം സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിൽ പട്ടികയിൽ ഉള്ളത്. അതിലേറ്റവും പ്രധാനപ്പെട്ട നിൽക്കുന്നത് മമ്മൂട്ടിയും ആസിഫ് അലിയും തന്നെയാണ്. കുടുംബത്തിന് 24 പ്രേക്ഷകരെ ഒന്നാകെ ഞെട്ടിച്ചു. അത് ഇത്തവണ 30 സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ രാമനിലയത്ത് വെച്ചായിരിക്കും പുരസ്കാരം പ്രഖ്യാപിക്കുക. പ്രകാശ് രാജ് അധ്യക്ഷനായ ജൂറി 148 സിനിമകളിൽ നിന്നും ഫിൽട്ടർ ചെയ്തുകൊണ്ടാണ് അവസാനം 38 സിനിമകളിൽ നിന്ന് അവസാന റൗണ്ടിലേക്ക് എത്തുന്നത്. കനത്ത മത്സരം തന്നെയാണ് ഓരോ കാറ്റഗറിയിൽ നിൽക്കുന്നതെന്ന് പറയേണ്ടി വരും. മികച്ച നടൻ, മികച്ച നടിക്കും മികച്ച സംവിധായകൻ, മികച്ച ജനപ്രിയ ചിത്രം ഏതാണ് തുടങ്ങി നിരവധി ചോദ്യങ്ങൾക്കുള്ള മറുപടി ഇന്ന് വൈകുന്നേരം 3:00 കിട്ടും. പലപ്പോഴായി പല തീയതികളും ഈ പ്രഖ്യാപനത്തിന് വേണ്ടി മാറ്റിവെച്ചെങ്കിലും ഇന്നാണ് അവസാനമായിട്ട് ആ ഒരു തീയതി പ്രഖ്യാപിക്കുന്നത്. പ്രത്യേകിച്ച് 31-ാം തീയതി 1-ാം തീയതി ഒക്കെ ഈ ചലച്ചിത്ര പുരസ്കാരം പ്രഖ്യാപിക്കുന്ന തീരുമാനം ഉണ്ടായിരുന്നെങ്കിൽ പോലും ജൂറിയുടെ പ്രകാശ് രാജിന്റെ സൗകര്യം മൂലം മാറ്റിവെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു ഘട്ടത്തിൽ നിന്നുകൊണ്ട് ഇന്ന് സിനിമാ ലോകം വളരെയധികം ഉറ്റുനോക്കുന്ന ഒരു അവാർഡ് പ്രഖ്യാപനം തന്നെയാണ് ഇന്ന് ഉണ്ടാകാൻ പോകുന്നത്. അതിൽ മമ്മൂട്ടിയാണോ അതോ ആസിഫ് അലിയാണോ അതോ വിജയരാഘവനാണോ എന്നുള്ള ചോദ്യങ്ങൾ, നടിമാരുടെ കാറ്റഗറിയിൽ ജ്യോതിർമയി ആണോ നസ്രിയ നസീമാണോ ചോദ്യങ്ങൾ, അനശ്വര രാജനാണോ എന്നുള്ള ചോദ്യങ്ങൾ നിൽക്കുന്നു. സംവിധായകനും അതേപോലെ തന്നെ മുൻഗണനയിൽ നിൽക്കുന്ന 5 മുതൽ 6 വരെയുള്ള പേരുകളും ഉണ്ട്. പക്ഷേ തരത്തിലുമുള്ള കാര്യങ്ങളോ വിവരങ്ങളോ ഒന്നും തന്നെ പുറത്തേക്ക് പോകാത്ത രീതിയിൽ വളരെയധികം സസ്പെൻസ് ആയിട്ട് തന്നെ ആകാംക്ഷയോടെ നിൽക്കുന്ന ഒരു സാഹചര്യം. എന്തായാലും 3:00 എല്ലാ കണ്ണുകളും അതിലേക്ക് തന്നെയാണ് ഇത്തവണത്തെ സംസ്ഥാന പുരസ്കാരം ആർക്ക് ലഭിക്കാൻ. ശരി, MS ഹരികൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും 3:30 അറിയാം ഈ 2024 ചലച്ചിത്ര പുരസ്കാരം ആർക്ക് എന്നുള്ളത്. വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക് കടക്കുന്നു. രാഷ്ട്രീയത്തിലെ കുടുംബാധിപത്യത്തെ വിമർശിച്ച ശശി തരൂരിന്റെ ലേഖനത്തെക്കുറിച്ചുള്ള ചോദ്യത്തോട് പ്രതികരിക്കാതെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ. നെഹ്റു കുടുംബമാണ് രാഷ്ട്രീയ നേതൃത്വം ജന്മാവകാശമാണെന്ന ധാരണയുണ്ടാക്കിയതെന്നായിരുന്നു തരൂരിന്റെ വിമർശനം. കുടുംബവാഴ്ചയ്ക്ക് പകരം കഴിവിനെ അംഗീകരിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എന്നായിരുന്നു കഴിഞ്ഞ ദിവസം പ്രസിദ്ധീകരിച്ച ശശി തരൂരിന്റെ ലേഖനത്തിൽ പറയുന്നത്. നേതാക്കളെ യോഗ്യതയുടെ അടിസ്ഥാനത്തിൽ തെരഞ്ഞെടുക്കുന്ന രീതി വരണം. ഇതിനായി വോട്ടർമാർക്ക് വിദ്യാഭ്യാസം നൽകുവാനും ശാക്തീകരിക്കാനുമുള്ള കൂട്ടായ പരിശ്രമം ആവശ്യമാണെന്നും കുടുംബവാഴ്ച ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ഭീഷണി എന്ന ലേഖനത്തിൽ തരൂർ ചൂണ്ടിക്കാട്ടുന്നു. PG സജിത്ത് നൽകും കൂടുതൽ വിശദാംശങ്ങൾ. സജിത്ത്, ഇന്നലെ വന്ന ലേഖനമാണ്. ഇന്ത്യയിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും കുടുംബാധിപത്യം പറയുന്നുവെങ്കിലും തുടക്കം നെഹ്റു കുടുംബം എന്ന് പറയുന്നത് കോൺഗ്രസിന് ക്ഷീണമുണ്ടാക്കുന്നതാണല്ലോ. കോൺഗ്രസിനെ വെട്ടിലാക്കിയാണ് തരൂരിന്റെ ലേഖനം എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. കാരണം BJP ദേശീയ കാലത്തിൽ തന്നെ കോൺഗ്രസിനെതിരെ ഉന്നയിക്കുന്ന ആക്ഷേപമാണ് കോൺഗ്രസിലെ കുടുംബാധിപത്യം. പ്രത്യേകിച്ച് നെഹ്റു ഗാന്ധി കുടുംബങ്ങളെ വലിയ രീതിയിൽ വിമർശിച്ചുകൊണ്ട് BJP പരമ്പരാഗതമായി രംഗത്ത് വരികയാണ്. ആ പ്രചരണം ശശി തരൂർ കൂടി ഏറ്റെടുത്തു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ഈ ലേഖനത്തിൽ നെഹ്റു കുടുംബത്തെ മാത്രമല്ല മറ്റു കുടുംബങ്ങളിലെയും മറ്റു രാഷ്ട്രീയ പാർട്ടികളെയൊക്കെ പരാമർശിക്കുന്നുണ്ടെങ്കിലും അതിൽ തുടക്കമിട്ടത് നെഹ്റു കുടുംബമാണ് എന്ന കാര്യം പ്രത്യേകിച്ച് തരൂർ പറയുന്നുണ്ട്. അതായത് രാഷ്ട്രീയ നേതൃത്വം ജന്മാവകാശമാണെന്ന ധാരണ ഉണ്ടാക്കിയത് നെഹ്റു ഗാന്ധി കുടുംബമാണ് എന്നതാണ് അദ്ദേഹം ഉന്നയിക്കുന്ന ആക്ഷേപം. മാത്രമല്ല രാഷ്ട്രീയത്തിലെ കുടുംബവാഴ്ച ഇന്ത്യൻ ജനാധിപത്യത്തിന് ഭീഷണിയാണ് എന്നതാണ് ഈ വാർത്തയുടെ തലക്കെട്ട്, ഈ ലേഖനത്തിൻ്റെ തലക്കെട്ട് തന്നെ. ഇങ്ങനെ ആണ് അദ്ദേഹം പരാമർശിച്ചു പോകുന്നത്. ഇതിൽ ഇന്ത്യയിലെ മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ, പ്രാദേശിക പാർട്ടികൾ അടക്കമുള്ളവരെ അദ്ദേഹം അവരുടെ കുടുംബവാഴ്ചയെ ഒക്കെ പരാമർശിച്ച് പോകുന്നുണ്ടെങ്കിൽ കൂടിയും രൂക്ഷമായി കോൺഗ്രസിനെ പരാമർശിക്കുന്നുണ്ട്. ഇതിൽ ഒരു പ്രധാനപ്പെട്ട കാര്യമുള്ളത്, നമുക്കറിയാം AICC അധ്യക്ഷ സ്ഥാനത്തേക്ക് മത്സരിച്ച് പരാജയപ്പെട്ട വ്യക്തിയാണ് തരൂർ. അതുകൊണ്ട് തന്നെ ഈ രാഷ്ട്രീയ പാർട്ടികളിലെ തെരഞ്ഞെടുപ്പ് രീതിയെ തന്നെ തരൂർ ഈ ലേഖനത്തിലൂടെ ചോദ്യം ചെയ്യുന്നുണ്ട് എന്നതാണ്. ഈ നേതൃത്വ
സമീപകാല തെരഞ്ഞെടുപ്പ് ഒട്ടും സുതാര്യമല്ല. ചെറിയൊരു സംഘമോ അല്ലെങ്കിൽ ഒരു നേതാവ് തന്നെയോ തീരുമാനമെടുക്കുന്ന രീതിയിലേക്ക് പോകുന്നു. ഈ രീതിക്ക് മാറ്റമുണ്ടാവണം. ഇത് കുടുംബാധിപത്യത്തിൻ്റെ തുടർച്ചയാണ്. രാഷ്ട്രീയത്തിൽ പണം ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. ദീർഘകാലങ്ങളായി അധികാരത്തിലിരിക്കുന്ന ഈ രാഷ്ട്രീയ പാർട്ടികൾ അല്ലെങ്കിൽ ഈ കുടുംബങ്ങൾ വലിയ രീതിയിലുള്ള പണം ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ പണം ഇവർ ഈ തെരഞ്ഞെടുപ്പ് രംഗത്ത് വിനിയോഗിക്കുകയും ചെയ്യുന്നുണ്ട്. നെഹ്റു ഗാന്ധി കുടുംബത്തെ ലക്ഷ്യമിട്ടുകൊണ്ട് തന്നെയാണ് തരൂർ ഈ പരാമർശം നടത്തിയിരിക്കുന്നത് എന്നതാണ് ശ്രദ്ധേയമായ കാര്യം. ഇതടക്കം വലിയ രീതിയിലുള്ള കാര്യങ്ങൾ ഈ ലേഖനത്തിലൂടെ തരൂർ പരാമർശിക്കുന്നുണ്ട്. തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് ശശി തരൂർ ഇത്തരമൊരു ലേഖനം എഴുതുന്നത് കോൺഗ്രസിനെ വെട്ടിലാക്കും എന്ന കാര്യത്തിൽ തർക്കമില്ല. അല്പസമയം മുമ്പ് VD സതീശനോട് തിരുവനന്തപുരത്ത് വെച്ച് ഇത് സംബന്ധിച്ച പ്രതികരണം മാധ്യമങ്ങൾ ആരാഞ്ഞെങ്കിൽ കൂടിയും ഇത് സംബന്ധിച്ച പ്രതികരണത്തിന് അദ്ദേഹം തയ്യാറായിട്ടില്ല. കാരണം തരൂർ പൊതുവിൽ അദ്ദേഹം ഉടക്കൊക്കെ മാറ്റിവെച്ച് നേതൃത്വവുമായി സഹകരിച്ച് മുന്നോട്ട് പോകുന്നു എന്ന തോന്നൽ ഉളവാക്കിയതിന് ഇടയിലാണ് തരൂരിൻ്റെ ഈ ലേഖനം പുറത്തു വരുന്നത്. അതുകൊണ്ട് തന്നെയാവണം ഇക്കാര്യത്തിൽ മൗനം പാലിക്കാനുള്ള കോൺഗ്രസ് നേതൃത്വത്തിന്റെ തീരുമാനം. തീർച്ചയായും സജിത്ത്, അതോടൊപ്പം തന്നെ ഈ കുടുംബവാഴ്ചയ്ക്ക് പകരം കഴിവിനെ അംഗീകരിക്കണമെന്ന് പറയുന്നതും കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കുന്നുണ്ടല്ലോ അല്ലേ? നേരത്തെ തന്നെ ഈ വിഷയം BJP അടക്കം ഉന്നയിക്കുന്നതാണ്. കാരണം ഇങ്ങനെ തുടർച്ചയായ ആളുകൾ മാറി മാറി പോകുന്നത് ശീലം ഉണ്ടാക്കിയത് നെഹ്റു കുടുംബമാണ്, ഗാന്ധി കുടുംബമാണ്. ജവഹർലാൽ നെഹ്റു അദ്ദേഹത്തിൻ്റെ പിന്നീട് അദ്ദേഹത്തിൻ്റെ പുത്രി രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയാവുന്നു. തുടർന്ന് അദ്ദേഹത്തിൻ്റെ മകനാകുന്നു. ഒടുവിൽ പ്രിയങ്ക ഗാന്ധിയും രാഹുൽ ഗാന്ധിയും അടക്കം വരുന്ന ഒരു നിര. ഇതിൻ്റെ ഈ ശൈലി തുടക്കമിട്ടത് നെഹ്റു ഗാന്ധി കുടുംബമാണ്. അതിനെതിരായി BJP ദീർഘനാളുകളായി പ്രചരണം നടത്തുന്നതാണ്. അതേ തന്നെ തരൂരും അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഉൾപ്പെടുത്തിയിരിക്കുന്നു എന്നാണ് പ്രധാനപ്പെട്ട രീതി. രാജ്യത്ത് നിരവധി പ്രാദേശിക പാർട്ടികളിലും ദേശീയ പാർട്ടികളിലുമൊക്കെ ഈ കുടുംബാധിപത്യം പ്രകടമാണെങ്കിലും ഇതിന് തുടക്കമിട്ടത് നെഹ്റു ഗാന്ധി കുടുംബമാണ് എന്ന കാര്യമാണ് അദ്ദേഹം പറയുന്നത്. ഒപ്പം തന്നെ പാർട്ടിയിലെ സംഘടനാ തെരഞ്ഞെടുപ്പ് രീതി അദ്ദേഹം പരാമർശിക്കുന്നു. കുടുംബാധിപത്യത്തിന് പ്രാധാന്യം നൽകുമ്പോൾ കഴിവ് പരിഗണിക്കപ്പെടാതെ പോകുന്നു എന്ന കാര്യം കൂടിയാണ് തരൂർ ഇക്കാര്യത്തിൽ വിമർശനമായി ഉന്നയിച്ചിരിക്കുന്നത്. ഞാൻ ആ പാരഗ്രാഫ് ഒന്ന് വായിക്കാം. ലേഖനത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്: പതിറ്റാണ്ടുകളായി ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ നെഹ്റു ഗാന്ധി കുടുംബം തല ഉയർത്തി നിൽക്കുന്നു. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു, പ്രധാനമന്ത്രിയായിരിക്കുന്ന ഇന്ദിരാഗാന്ധി, രാജീവ് ഗാന്ധി, നിലവിലെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി, പ്രിയങ്ക വദ്ര എന്നിവരുൾപ്പെടുന്ന നെഹ്റു ഗാന്ധി കുടുംബത്തിന്റെ സ്വാധീനം ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര ചരിത്രവുമായി ഇഴചേർന്നിരിക്കുന്നതാണ്. എന്നാൽ രാഷ്ട്രീയ നേതൃത്വം ഒരു ജന്മാവകാശമാണെന്ന ധാരണയ്ക്ക് ഇത് അടിത്തറയിട്ടു. ഈ ആശയം ഇന്ത്യയിലെ എല്ലാ പാർട്ടികളിലും എല്ലാ പ്രദേശങ്ങളിലും എല്ലാ തലത്തിലുമുള്ള രാഷ്ട്രീയത്തിലേക്ക് വ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നാണ് അദ്ദേഹത്തിന്റെ ലേഖനത്തിലെ ആദ്യ പാരഗ്രാഫ്. അതേപോലെ അവസാന പാരഗ്രാഫും വളരെ ശ്രദ്ധേയമാണ്. അതുകൂടി ഒന്ന് വായിക്കാം. അതിങ്ങനെയാണ്: കുടുംബവാഴ്ചയ്ക്ക് പകരം കഴിവിനെ അംഗീകരിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. ഇതിന് നിയമപരമായി നിർബന്ധിതമായ കാലാവധി ഏർപ്പെടുത്തുന്നത് മുതൽ അർത്ഥവത്തായ ആഭ്യന്തര പാർട്ടി തെരഞ്ഞെടുപ്പുകൾ നിർബന്ധമാക്കുന്നത് വരെയുള്ള അടിസ്ഥാനപരമായ പരിഷ്കാരങ്ങൾ ആവശ്യമാണ്. ഒപ്പം യോഗ്യതയുടെ അടിസ്ഥാനത്തിൽ നേതാക്കളെ തെരഞ്ഞെടുക്കാൻ വോട്ടർമാർക്ക് വിദ്യാഭ്യാസം നൽകാനും ശാക്തീകരിക്കാനുമുള്ള കൂട്ടായ പരിശ്രമം വേണം. ഇന്ത്യൻ രാഷ്ട്രീയം ഒരു കുടുംബ സംരംഭമായി തുടരുന്നിടത്തോളം കാലം ജനാധിപത്യത്തിന്റെ യഥാർത്ഥ വാഗ്ദാനമായ ജനങ്ങളാൽ ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളുടെ ഭരണം പൂർണ്ണമായി യാഥാർത്ഥ്യമാക്കാൻ കഴിയില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. ഈ വിഷയത്തിലാണ് ഇപ്പോൾ വലിയ അമർഷം കോൺഗ്രസ് നേതാക്കളുടെ ഭാഗത്തുനിന്ന് വന്നിരിക്കുന്നത്. VD സതീശന്റെ അടക്കം പ്രതികരണം തേടിയിട്ട് പോലും അദ്ദേഹം മിണ്ടാതെ പോകുന്ന സാഹചര്യമാണ് നമ്മൾ കണ്ടത്. PG സജിത്താണ് വിവരങ്ങൾ നൽകിയത്. പതിവിന് വ്യത്യസ്തമായി തദ്ദേശ തെരഞ്ഞെടുപ്പിന് നേരത്തെ ഒരുങ്ങാൻ കോൺഗ്രസ്. തിരുവനന്തപുരത്തിന് പിന്നാലെ കോഴിക്കോട്, കൊച്ചി കോർപ്പറേഷനുകളിലും മേയർ സ്ഥാനാർത്ഥി നേരത്തെ തന്നെ നിശ്ചയിച്ചാണ് കോൺഗ്രസ് തന്ത്രം. 5 പതിറ്റാണ്ടായി കോൺഗ്രസ് ഭരിക്കുന്ന കോഴിക്കോട് കോർപ്പറേഷനിൽ ഇത്തവണ അരയും തലയും മുറുക്കിയാണ് UDF അംഗത്തട്ടിലിറങ്ങുന്നത്. കൗൺസിലിലെ അംഗബലം 18-ൽ നിന്നും 35-ആയി ഉയർത്തുകയാണ് ആദ്യ ലക്ഷ്യം. നഗരവികസനം, മാലിന്യ നിർമ്മാർജ്ജനം, കല്ലുത്താൻകടവ് മാർക്കറ്റ് വിഷയം എന്നിവയിലൂന്നി സമഗ്രമായ പ്രതിഷേധവും നടന്നുവരികയാണ്. മുൻകാലങ്ങളിൽ നിന്ന് വിഭിന്നമായി സ്ഥാനാർത്ഥികളെ നേരത്തെ പ്രഖ്യാപിച്ച് മത്സരത്തിനിറങ്ങാനാണ് കോൺഗ്രസ് തീരുമാനം. ഒപ്പം KPCC സെക്രട്ടറി PM നിയാസിനെ മേയർ സ്ഥാനാർത്ഥിയായി ഉയർത്തിക്കാട്ടിയാവും കോൺഗ്രസ് പോരാട്ടത്തിനിറങ്ങുക. കോഴിക്കോടിന്റെ രാഷ്ട്രീയ ചരിത്രം കോൺഗ്രസിനും UDFിനും അത്ര പ്രതീക്ഷിക്കാവുന്നതല്ല. പക്ഷേ ഇത്തവണ തന്ത്രം മാറ്റിപ്പിടിക്കുന്നുവെന്നതാണ് കോൺഗ്രസ് രീതി. തിരുവനന്തപുരത്തിന് സമാനമായി KPCC സംസ്ഥാന നേതൃത്വത്തിന്റെ ഭാഗമായ നേതാവിനെ മേയർ സ്ഥാനത്തേക്ക് മുൻനിർത്തിയാണ് നീക്കം. അടുത്തിടെ കോൺഗ്രസ് ഏറ്റവും അധികം സമരപരമ്പരകൾ നടത്തിയത് കോഴിക്കോട് കേന്ദ്രീകരിച്ചാണ്. പ്രാദേശിക വിഷയങ്ങൾക്കപ്പുറം ഈ രാഷ്ട്രീയ നീക്കങ്ങളും വോട്ടാക്കുകയാണ് തന്ത്രം. സമീപകാല തെരഞ്ഞെടുപ്പുകളിലൊന്നും കോഴിക്കോട് ജില്ലയിൽ നിന്ന് കോൺഗ്രസിന് നിയമസഭാംഗങ്ങൾ ഉണ്ടായിട്ടില്ല. തദ്ദേശ തെരഞ്ഞെടുപ്പ് തന്ത്രം നിയമസഭ കൂടി ലക്ഷ്യമിട്ടാണ്. 5 പതിറ്റാണ്ട് നീളുന്ന CPMന്റെ കോർപ്പറേഷൻ മേധാവിത്വത്തെ UDF മറികടക്കുമോ?
കാത്തിരുന്ന് കാണണം. കഴിഞ്ഞ തവണ കൊച്ചിൻ കോർപ്പറേഷൻ ഭരണം ഇഞ്ചുകളുടെ സീറ്റുകളുടെ വ്യത്യാസത്തിലാണ് UDFന് നഷ്ടമാകുന്നത്. അതുകൊണ്ട് തന്നെ ഇക്കുറി ഭരണം പിടിക്കാനുള്ള വീറും വാശിയും UDF ക്യാമ്പിൽ പ്രകടമാണ്. പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ നേതൃത്വത്തിലാണ് ജില്ലയിൽ UDF കരുനീക്കം നടത്തുന്നത്. മേയർ ഇത്തവണ വനിതാ സംവരണമാണ്. മേയർ സ്ഥാനാർത്ഥിക്കായി പല പേരുകളും കോൺഗ്രസിനകത്തുനിന്ന് തന്നെ ഉയരുന്നുണ്ട്. KPCC ജനറൽ സെക്രട്ടറിയും AICC അംഗവുമൊക്കെയായ ദീപ്തി മേരി വർഗീസിന്റേതുൾപ്പെടെയുള്ള പേരുകളാണ് ഇതിൽ സജീവം. UDF പൂർണ്ണമായിട്ടും സജ്ജമാണ് തെരഞ്ഞെടുപ്പിന്. ഞങ്ങളെ സംബന്ധിച്ച് വളരെ വലിയ പ്രതീക്ഷയാണ് ഇപ്രാവശ്യം കൊച്ചി നഗരസഭയെ സംബന്ധിച്ചുള്ളത്. വലിയ വിജയം ഇപ്രാവശ്യം ലഭിക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നത്. UDFിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് പരമാവധി കൗൺസിലർമാരെ വിജയിപ്പിച്ചു കൊണ്ടുവരിക എന്നുള്ളതാണ്. പാർട്ടിയെ വിജയിപ്പിക്കുക, UDFിനെ വിജയിപ്പിക്കുക എന്നുള്ളതാണ്. വിമതശല്യം ഒഴിവാക്കുകയാണ് കോൺഗ്രസിലെ ആദ്യ വെല്ലുവിളി. മേയർ സ്ഥാനമോഹികളും ഏറെയുണ്ട്. ഇതെല്ലാം മറികടന്നുള്ള രാഷ്ട്രീയ തന്ത്രം സംസ്ഥാന നേതൃത്വം നേരിട്ടിടപെട്ടാണ് തയ്യാറാക്കുന്നത്. സ്വന്തം ജില്ലയിലെ ഈ പോര് VD സതീശന് അഭിമാന പോരാട്ടം കൂടിയാണ്. പക്ഷേ മറ്റിടങ്ങളിൽ നിന്നും വ്യത്യസ്തമായി 2020 പോലുള്ള ബദൽ രാഷ്ട്രീയ നീക്കങ്ങൾ കൊച്ചിയിലുണ്ടാകും. ഇതിന്റെ വെല്ലുവിളി ഏറ്റവും അധികം നേരിടുക കോൺഗ്രസ് തന്നെയാവും. കോർപ്പറേഷൻ ഭരണം നിലനിർത്താൻ അരയും തലയും മുറുക്കിയുള്ള CPM നീക്കത്തെ കോൺഗ്രസ് മറികടക്കുമോ? പോരാട്ടം കനക്കും. ന്യൂസ് ബ്യൂറോ, ന്യൂസ് 8. പാർട്ടി തീരുമാനം സന്തോഷത്തോടു കൂടി സ്വീകരിക്കുമെന്ന് K. ശബരിനാഥൻ. പാർട്ടി എന്ത് പറഞ്ഞാലും അത് ചെയ്യും. സാധാരണക്കാരായ ജനങ്ങളാണ് കോൺഗ്രസിന്റെ സ്ലീപ്പർ സെല്ലുകളെന്നും ജയമുറപ്പെന്നും ശബരിനാഥൻ. ഞാനീ വലിയ പഞ്ച് ഡയലോഗ് അടിക്കുന്ന ആളോ അല്ലെങ്കിൽ വലിയ വിസ്ഫോടനം നടത്തുന്ന ആളല്ല. പക്ഷേ ഉള്ളിനുള്ളിൽ ഞാനൊരു പാർട്ടിക്കാരനാണ്. പാർട്ടി എന്ത് പറയുക അത് ചെയ്യുക എന്നുള്ളത് ഒരു പാർട്ടിക്കാരനായ എൻ്റെ ഏറ്റവും വലിയ ഉത്തരവാദിത്തമാണ്. അതുപോലെ തന്നെ എന്നെ അന്ന് തിരികെ വരാൻ പ്രേരിപ്പിച്ചത് തിരുവനന്തപുരത്തോടുള്ള ഒരു സ്നേഹമാണ്. നമ്മൾ തിരുവനന്തപുരത്തുകാർക്ക് വെളിയിൽ എവിടെ പോയാലും നമ്മൾ തിരുവനന്തപുരത്തുകാരനാണ്. അയവിറക്കുന്നത് തിരുവനന്തപുരത്തെക്കുറിച്ചാണ്. അപ്പോൾ ആ തിരുവനന്തപുരത്തിന്റെ ഭാഗമായ അരുവിക്കരയുടെ MLA ആവാൻ പറ്റി. ഇന്ന് ജില്ലയിൽ ഇവിടെ നിന്നുകൊണ്ട് കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. അപ്പോൾ അതൊക്കെ കാണുന്നത് സത്യം പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ഒരു എലിവേഷനായിട്ടാണ് എനിക്ക് തോന്നുന്നത്. തിരുവനന്തപുരം നഗരസഭയിലെ മുട്ടട വാർഡ് പിടിക്കാൻ 24-കാരിയായ KSU നേതാവിനെ ഇറക്കി കോൺഗ്രസ്. നിയമവിദ്യാർത്ഥിനിയായ വൈഷ്ണവ സുരേഷ് പ്രചാരണം തുടങ്ങിക്കഴിഞ്ഞു. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ വിജ്ഞാപനം പുറത്തു വന്നില്ലെങ്കിലും മുന്നണികൾ പ്രചരണം ആരംഭിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ചും UDF തലസ്ഥാനത്തെ കോൺഗ്രസ് ഇന്നലെ തന്നെ 40-ലധികം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പ് രംഗത്ത് അവർ പതിവില്ലാത്ത വിധം മുന്നിലിറങ്ങിക്കഴിഞ്ഞു. ഇത്തവണ തിരുവനന്തപുരം നഗരസഭ പിടിക്കാൻ വലിയ ശ്രമമാണ് UDFന്റെയും കോൺഗ്രസിന്റെ ഭാഗത്തുള്ളത്. K. ശബരിനാഥനെ, മുൻ MLA കൂടിയായ ശബരിനാഥനെ മേയർ സ്ഥാനാർത്ഥിയാക്കിക്കൊണ്ടാണ് കോൺഗ്രസ് പ്രചരണ രംഗത്തേക്ക് ഇറങ്ങുന്നത്. ഏറ്റവും പ്രായം കുറഞ്ഞ ഈ പട്ടികയിൽ ഏറ്റവും പ്രായം കുറഞ്ഞ സ്ഥാനാർത്ഥി മുട്ടട വാർഡിൽ കോൺഗ്രസ് രംഗത്തിറക്കുന്ന വൈഷ്ണവ സുരേഷാണ്. വൈഷ്ണവ ഇതിനകം ഇന്നലെ തന്നെ പ്രചരണം ആരംഭിച്ചു കഴിഞ്ഞു. നേരത്തെ ഒരു സൂചന പാർട്ടിയിൽ നിന്ന് കിട്ടിയിരുന്നോ മത്സരിക്കേണ്ടി വരുമെന്നോ അങ്ങനെ എന്തെങ്കിലും? ഇല്ല, അങ്ങനെ സൂചനയായിട്ടില്ല. നിങ്ങൾക്ക് ഒരു പാർട്ടി സിസ്റ്റം അറിയായിരിക്കുമല്ലോ. കാരണം കോർ കമ്മിറ്റി എന്നൊക്കെ പേര് പോയതിനു ശേഷമാണ് ഇത് വരുന്നത്. അപ്പം നാട്ടിലുള്ള നമ്മളെ പ്രാദേശികമായിട്ടുള്ള ആൾക്കാരെല്ലാവരും തന്നെ മത്സരിക്കണം എന്നുള്ളത് ആവശ്യപ്പെട്ടിരുന്നു. അപ്പോൾ പിന്നെ അങ്ങനെ പേര് പോയി വന്നതാണ്. ഒന്ന് വൈഷ്ണവത്തിന് പരിചയപ്പെടുത്തു. കാരണം മാധ്യമപ്രവർത്തകർക്ക് വൈഷ്ണവ അറിയാമെങ്കിലും കുറച്ച് ആളുകൾക്ക് കൂടി പരിചയപ്പെടാൻ വേണ്ടി ഒന്ന് പറയൂ. എന്റെ പേര് വൈഷ്ണവ സുരേഷ് എന്നാണ്. ഞാൻ നിലവിൽ KSU തിരുവനന്തപുരം ജില്ലാ വൈസ് പ്രസിഡന്റ് ആണ്. ഇപ്പോൾ ചെയ്യുന്നത് വെച്ചാൽ അക്കാഡമിയിൽ LLB ചെയ്യുന്നുണ്ട്. ഞാൻ സർക്കാർ വനിതാ കലാലയത്തിൽ നിന്ന് വഴുതക്കാടുള്ള ഗവൺമെന്റ് വിമൻസ് കോളേജിൽ നിന്ന് ഡിഗ്രി പഠനം കഴിഞ്ഞു. പ്രസ് ക്ലബ്ബിൽ ജേർണലിസം ചെയ്തു. അത് കഴിഞ്ഞ് ഇപ്പോൾ LLB ചെയ്യുന്നുണ്ട് ലോ അക്കാഡമിയിൽ. പിന്നെ ടെക്നോ പാർക്കിൽ വർക്കിംഗും ആണ്. അപ്പോൾ ഇതെല്ലാം തൽക്കാലത്തേക്ക് മാറ്റി വെച്ചിട്ട് ജനങ്ങളോടൊപ്പം നിൽക്കാൻ വേണ്ടി ഇറങ്ങിയിരിക്കുകയാണ്. ഈ മുട്ടട തന്നെയാണ് സ്വദേശവും മുട്ടടയാണ്. ഇത്തരത്തിൽ എന്താണ് ഈ ഒരു പുതിയ സ്ഥാനാർത്ഥി? കാരണം 24 വയസ്സേ വൈഷ്ണവയ്ക്കുള്ളൂ. അതാണ് ഈ പട്ടികയിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പട്ടികയിൽ പ്രഖ്യാപിച്ച ഏറ്റവും പ്രായം കുറഞ്ഞ കാൻഡിഡേറ്റ് കൂടിയാണ്. കഴിഞ്ഞ തവണ CPM അങ്ങനെയൊക്കെ വലിയ ഒരുപാട് പുതുമുഖങ്ങളെ യുവാക്കളെ കൊണ്ടുവന്നിരുന്നു. ആ ഒരു മാതൃകയിലേക്ക് കോൺഗ്രസും വരികയാണ്. ഗുണം ചെയ്യുമോ ഇത്? തീർച്ചയായും നിങ്ങൾക്ക് സ്ഥാനാർത്ഥി പട്ടിക നോക്കുമ്പോൾ തന്നെ അറിയാം. കാരണം ശബരിചേട്ടൻ ഉൾപ്പെടെ വരുന്ന ഒരു സ്ഥാനാർത്ഥി പട്ടികയിൽ പേര് വരിക എന്നുള്ളത് തന്നെ എന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു ഭാഗ്യമാണ്. മാത്രമല്ല ഇപ്പോൾ യുവാക്കളെ അല്ലെങ്കിൽ യുവതലമുറയിലെ ആൾക്കാർക്ക് കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ഒരു സ്ഥാനാർത്ഥി പട്ടികയായിരുന്നു ഇന്നലെ വന്നത്. തിരുവനന്തപുരം നഗരസഭ തിരിച്ചു പിടിക്കാൻ വേണ്ടി UDF ഒന്നടങ്കം ഇറങ്ങി നിൽക്കുകയാണെന്ന് തന്നെ പറയേണ്ടി വരും. മുട്ടട വാർഡിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എല്ലാവരും ഒരുമിച്ചുണ്ട്. ഒരു വ്യത്യാസങ്ങളും ഇല്ലാതെ എല്ലാവരും ഒരുമിച്ച് ഇറങ്ങിയിരിക്കുകയാണ്. എന്തായാലും ഇത്തവണ മുട്ടട വാർഡ് കോൺഗ്രസ് UDF പിടിച്ചിരിക്കും. എന്താണ് മുട്ടടയുടെ ഒരു അടിയന്തര ആവശ്യങ്ങൾ? ഇവിടെ ജീവിക്കുന്ന ആളുടെ തന്നെ അറിയാൻ പറ്റും. എന്താണ് മുട്ടടയ്ക്ക് ഇല്ലാത്ത കുറവെന്താണ് മുട്ട? കാരണം കഴിഞ്ഞ കുറേ നാളുകളായി ഇവിടെ CPMന്റെ കൌൺസിലർമാരാണ് ജയിച്ചു വരാറുള്ളത്. ഇപ്പൊ നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ അറിയാം, പ്രാദേശികമായിട്ടുള്ള ഒരു ആവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
മെയിൻ റോഡുകളെല്ലാം തന്നെ ടാറിട്ടിട്ടുണ്ട്. പക്ഷെ സബ് റോഡുകൾ ഒന്നും ചെയ്തിട്ടില്ല. ഇപ്പോഴും കുണ്ടും കുഴിയായിട്ട് കിടക്കുകയാണ്. നമ്മുടെ സാധാരണക്കാരായ ജനങ്ങൾ ജീവിക്കുന്നതും താമസിക്കുന്നതും യാത്ര ചെയ്യുന്നതും എല്ലാം ഈ സബ് റോഡുകൾ വഴിയാണ് കൂടുതലും. കാരണം അവരുടെ വീട്ടുമുറ്റം ഇറങ്ങിക്കഴിഞ്ഞാൽ സബ് റോഡാണ് വരുന്നത്, മെയിൻ റോഡിലൊന്നും ആയിരിക്കില്ല. അപ്പൊ ഈ ആളുകളെ ഒട്ടും തന്നെ കൺസിഡർ ചെയ്യാത്തൊരു സാഹചര്യമാണ് നിലവിൽ മുട്ടടയ്ക്കുള്ളത്. അപ്പൊ അതിനൊരു മാറ്റം എന്തായാലും വരണം. കാരണം നമ്മളിപ്പോ വന്ന വഴികൾ തന്നെ നിങ്ങൾക്കറിയാം, ഇടവഴികൾ നോക്കിക്കഴിഞ്ഞാൽ ഫുള്ള് കുണ്ടും കുഴിയും ചരളും ഒക്കെ ആയിട്ട് കിടക്കുകയാണ്. അപ്പൊ തെന്നി വീഴാം ആൾക്കാർ, അല്ലെങ്കിൽ ആക്സിഡന്റ് സംഭവിക്കാം. അപ്പൊ ഇതൊന്നും ആരും കൺസിഡർ ചെയ്യുന്നില്ല, ആരും മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ അതിനൊരു മാറ്റം വരണം. പിന്നെ വെള്ളത്തിന്റെ ബുദ്ധിമുട്ടുകളുണ്ട്, ഡ്രെയിനേജ് ഉണ്ടെങ്കിൽ പോലും പല സ്ഥലങ്ങളിലും അത് പ്രോപ്പറായിട്ടല്ല, ഡ്രെയിനേജ് ഇല്ലാത്ത സ്ഥലങ്ങളുണ്ട്. അപ്പൊ ഇതെല്ലാം ഒരു മാറ്റം വരണം എന്നാണ്. ഒരുപാട് സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, അക്കാഡമികളൊക്കെ ഉള്ള സ്ഥലമാണ്. IAS കോച്ചിങ് അടക്കമുള്ള നിരവധി അക്കാഡമിയുള്ള സ്ഥലമാണ്. ഒരുപാട് പെൺകുട്ടികൾ വന്ന് താമസിക്കുന്ന സ്ഥലമാണ്. സുരക്ഷാപരമായിട്ട് ഇപ്പം നമ്മൾ ഇന്നലെ ഒരു ട്രെയിനിലൊരു ഒരു കൊലപാതക കണ്ടു. അത്തരം സാഹചര്യങ്ങളിൽ എങ്ങനെ ഇവിടുത്തെ സുരക്ഷാപരമായ കാര്യങ്ങൾ എങ്ങനെയാണ് ഈ മണ്ഡലത്തിന്റെ ഈ ഭാഗങ്ങളിലൊക്കെ? ഈ മണ്ഡലത്തിന്റെ ഭാഗം എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം സിറ്റിയിൽ തന്നെ വരുന്ന ഒരു സ്ഥലമാണ്. അപ്പോ ഇവിടെ അങ്ങനെ കാര്യമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ട്. പക്ഷെ ഞാൻ അതിലേക്ക് കൂടുതലായി ഡീപ്പായി പോകുന്നില്ല. എന്നിരുന്നാലും ഇന്നലത്തെ ഒരു അനുഭവം നമുക്കറിയാം. സ്ത്രീ സുരക്ഷ ഉണ്ട്, അല്ലെങ്കിൽ സ്ത്രീ സുരക്ഷയിൽ കേരളം നമ്പർ 1 എന്ന് പറയുമ്പോൾ പോലും അതിന്റേതായ പ്രശ്നങ്ങൾ നമ്മൾ ഡെയിലി ദിനംപ്രതി കണ്ടുവരുന്നുണ്ട് വാർത്തകളിലൂടെ. അപ്പോൾ അതിലൊക്കെ ഒരു മാറ്റം വരണമെന്ന് ആഗ്രഹമുണ്ട്. അതിനുവേണ്ടി എന്റെ വാർഡിൽ ഞാൻ ജയിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനുവേണ്ടി എന്തായാലും നമ്മൾ വേണ്ട കാര്യങ്ങൾ ചെയ്യും. സാധാരണക്കാർക്കായിരിക്കും കൂടുതൽ നമ്മളെ വിശ്വസിക്കാൻ പറ്റുന്നത്. BJPയുടെയും CPM സ്ഥാനാർത്ഥി വന്നിട്ടില്ല, എതിരാളികളെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അല്ലേ? അതെ, അവരുടെ സ്ഥാനാർത്ഥി പട്ടിക ഇറങ്ങിയിട്ടില്ല. നമ്മൾ അങ്ങനെ നോക്കുന്നില്ല. നമുക്ക് ആൾക്കാരിലേക്ക് കൂടുതൽ എത്താൻ പറ്റുന്ന തരത്തിലേക്കാണ് നമ്മുടെ മൂവ്മെന്റ്. അതുതന്നെയാണ് പരമാവധി ആളുകളെ നേരിട്ട് കാണാൻ ഇനി സമയമുണ്ട്. 1 മാസത്തോളമുണ്ട് തെരഞ്ഞെടുപ്പിന്. വൈഷ്ണ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലാണ്. ജോലി ഒരുപക്ഷെ കുറച്ച് ദിവസത്തേക്ക് മാറ്റി വയ്ക്കേണ്ടി വരും. ജോലി ചെയ്യുന്നു, അതിനൊപ്പം പഠിക്കുന്നു, ജേർണലിസവും പഠിച്ചിട്ടുണ്ടെന്ന് പറയുന്നു. ഏതായാലും അത്തരത്തിൽ നിയമവും ജേർണലിസവും ഒക്കെ പഠിച്ച് ജോലി ചെയ്യുന്ന ഒരു കുട്ടിയാണ്, പെൺകുട്ടിയാണ്. അതുകൊണ്ട് തന്നെ ആളുകളെ വളരെ വേഗം കണ്ട് അവരിലേക്ക് എത്താനുള്ള ശ്രമത്തിലാണ് വൈഷ്ണയുള്ളത്. ഏതായാലും തെരഞ്ഞെടുപ്പ് പ്രചരണരംഗത്ത് സജീവമായി കഴിഞ്ഞു UDF, കോൺഗ്രസ്. പ്രത്യേകിച്ചും ഈ മുട്ടട വാർഡിൽ തിരിച്ചുപിടിക്കാൻ, വാർഡ് ദീർഘനാൾക്ക് ശേഷം തിരിച്ചുപിടിക്കാനാണ് വൈഷ്ണയുടെയും കോൺഗ്രസിന്റെയും ശ്രമം. ഔദ്യോഗിക പ്രഖ്യാപനം വരുന്നതിന് മുൻപേ മലപ്പുറത്തെ പല വനിതാ സ്ഥാനാർത്ഥികളും പ്രചരണ രംഗത്ത് സജീവമായി കഴിഞ്ഞു. അങ്ങാടിപ്പുറം 20ാം വാർഡായ പുത്തനങ്ങാടിയിലെ സ്ഥാനാർത്ഥി C. ഹാജിറ ഹുസൈൻ വാർഡ് നിലനിർത്താനാകുമെന്ന ആത്മവിശ്വാസത്തിലാണ് പോരാട്ട രംഗത്തുള്ളത്. തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുൻപേ പലയിടത്തും തെരഞ്ഞെടുപ്പ് പ്രചരണം ചൂടുപിടിച്ചു കഴിഞ്ഞിരിക്കുന്നു. നമ്മൾ നിൽക്കുന്നത് അങ്ങാടിപ്പുറം പഞ്ചായത്തിലാണ്. പഞ്ചായത്തിലെ 20ാം വാർഡിൽ പുത്തനങ്ങാടിയിലാണ് നിൽക്കുന്നത്. ഇവിടെ ഹാജിറ ഹുസൈൻ ചോലയിലാണ് ഇത്തവണത്തെ ഇവിടുത്തെ സ്ഥാനാർത്ഥി. കഴിഞ്ഞ ദിവസമാണ് അവരുടെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചത്. ഇപ്പോൾ ആദ്യത്തെ പ്രചരണത്തിൻ്റെ സമയത്താണ് അവരുടെ കൂടെ മുൻ മെമ്പർ, അതായത് ഇപ്പോഴത്തെ മെമ്പറായിട്ടുള്ള അൻവറും കൂടെയുണ്ട്. എന്താണ് ഇത്തവണത്തെ ഒരു പ്രതീക്ഷയൊക്കെ? പ്രതീക്ഷ ഭൂരിപക്ഷത്തിൽ വിജയിക്കും തന്നെയാണ്. കഴിഞ്ഞ പ്രാവശ്യത്തെ ഭരണസമിതി നമ്മളെ ജനങ്ങൾക്കും വാർഡിനും രാഷ്ട്രീയം നോക്കാതെ എല്ലാ വികസനവും കൊണ്ടുവന്നതാണ്. അതേപോലെ തന്നെ നമ്മളിവിടുത്തെ വാർഡ് മെമ്പറാണ്. ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷത്തിൽ വിജയിച്ചും ചെയ്തിട്ടുണ്ട്. വികസനം നല്ലവണ്ണം കൊടുന്ന് കാഴ്ചവെച്ച ഒരാളാണ് അൻവർ സാദത്ത്. അതേപോലെ കൂടുതൽ അതിൻ്റെ തുടർച്ചയായിട്ട് പോകണമെന്നാണ് എൻ്റെ. സിറ്റിംഗ് സീറ്റ് ആയതുകൊണ്ട് വേറെ ആശങ്കകളൊന്നുമില്ല അല്ലേ? ഇല്ല, അങ്ങനത്തെ ഇല്ല. കഴിഞ്ഞ പ്രാവശ്യം അതിൻ്റെ മുമ്പ് ഉണ്ടായത് കഴിഞ്ഞ 15 മുതൽ 20 വരെയല്ലേ മെമ്പറായിരുന്നതാണ്. അതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. എങ്ങനെയാണ് നേരത്തെ തന്നെ സ്ഥാനാർത്ഥികൾ പ്രഖ്യാപിക്കാനുള്ള കാരണം എന്താ? ഈ വാർഡ് UDFന്റെ സിറ്റിംഗ് സീറ്റാണ്. പിന്നെ കഴിഞ്ഞ 5 വർഷക്കാലം അതിനു മുൻപും ഈ വാർഡിൽ വളരെയധികം വികസനങ്ങൾ നടത്തിയിട്ടുണ്ട്. നമ്മൾ വികസന പ്രവർത്തനങ്ങൾ എല്ലാ വാർഡിൻ്റെ എല്ലാ മുക്കുമൂലകളിലും തൊട്ടറിഞ്ഞ വികസനമാണ് നടത്തിയിട്ടുള്ളത്. അതുപോലെ പഞ്ചായത്തിലുള്ള ആനുകൂല്യങ്ങളും വ്യക്തിഗത ആനുകൂല്യങ്ങൾ ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത്, MLA തുടങ്ങിയ എല്ലാവിധ വിഭാഗങ്ങളെയും കോർത്തിണക്കി ഈ വാർഡിൽ പരമാവധി വികസനം നമ്മൾ എത്തിച്ചിട്ടുണ്ട്. അത് ഈ വാർഡിലെ ജനങ്ങൾ അതിൽ സംതൃപ്തരാണ്. അവർ അടുത്ത ഒരു മെമ്പറെ ഹാജിറ ഹുസൈനെ വൻ ഭൂരിപക്ഷത്തിൽ വിജയിപ്പിക്കുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ഞങ്ങളെല്ലാം വിശ്വാസം അതാണ്. നമുക്കറിയാം, വികസനം ഒരു തുടർ പ്രക്രിയയാണ്. വികസനം ഒരിക്കലും അവസാനിക്കുന്നില്ല. വികസനം എത്ര നടന്നാലും അതിന് തുടർച്ച ആവശ്യമാണ്. അതിന് തികച്ചും പരിചയസമ്പന്നയായൊരു മെമ്പറാണ് ഹാജിറ ഹുസൈൻ. എനിക്ക് മുമ്പ് 5 വർഷക്കാലം വളരെ നല്ല രീതിയിൽ വാർഡ് നയിച്ച ആളാണ്. ആ നിലക്ക് അവർക്ക് എല്ലാവിധ വിജയാശംസകളും നേർന്നുകൊണ്ട് വേറെ പേരുകളൊന്നും ചർച്ചയിൽ വന്നില്ല. നമ്മൾ ഏകകണ്ഠമായി തീരുമാനിച്ചതാണ്. ഈ വാർഡിലെ മുൻ മെമ്പർ എന്ന നിലയ്ക്ക്, വനിതാ സ്ഥാനാർത്ഥി എന്ന നിലയ്ക്ക് നമ്മൾ വേറെ ആരെയും അന്വേഷിച്ചിട്ടില്ല. നമ്മളെല്ലാവരും ഐക്യകണ്ഠേന UDF തിരഞ്ഞെടുത്ത ഒരു മെമ്പറെ തന്നെയാണ് അവർ.
ഈ വീടുകളിലേക്കൊക്കെ പരിചയമുള്ള സ്ഥലമായതുകൊണ്ട് വേറെ കുഴപ്പം എല്ലാവരും കൂടുതൽ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. ഇല്ല ആവശ്യമൊന്നുമില്ല. എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് അവർ നിന്ന് വോട്ട് തരും എന്നാണ് പ്രതീക്ഷ. നേരത്തെ തന്നെ പ്രചരണത്തിന് ഇറങ്ങാൻ പറ്റുന്നതിൻ്റെ ഒരു ആത്മവിശ്വാസം ഉണ്ടല്ലോ. ഓക്കെ ഉണ്ട്. ആത്മവിശ്വാസം ഉണ്ട്. ഫ്ലക്സ് ഒക്കെ അടിച്ചോ? ഫ്ലക്സും ഫോട്ടോസും എന്നാണെങ്കിൽ അതിന് മുമ്പ് പര്യടനം തുടങ്ങിയിട്ടുള്ളൂ. ഇപ്പൊ ആദ്യമായിട്ടാണ് തുടങ്ങണത്. ഇന്നലെ രാത്രിയാണ് പ്രഖ്യാപനം പ്രഖ്യാപിച്ചത്. UDFന്റെ ഉരുക്ക് കോട്ടയാണെന്ന് ഒരിക്കൽ കൂടി തെളിയിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് മുൻ മെമ്പർ കൂടിയായ നമ്മുടെ ഹാജർ ഹുസൈൻ. എന്താണെങ്കിലും ഇവരെല്ലാം തന്നെ തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു. പ്രഖ്യാപനം വരുന്നതിന് മുമ്പേ പ്രചരണം തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. നിലവിലെ ഈ സീറ്റ് നിലനിർത്താനും കഴിയും. ഒപ്പം തന്നെ പഞ്ചായത്തിലെ ഭരണം നിലനിർത്താൻ കഴിയുന്ന പ്രതീക്ഷയാണ് UDF പങ്കുവയ്ക്കുന്നത്. അഖിൽ ഒട്ടുപാറയ്ക്കൊപ്പം CB അനുമോദ്, ന്യൂസ് 18. SIR-ൽ സർക്കാർ വിളിച്ച സർവകക്ഷി യോഗവുമായി കോൺഗ്രസ് സഹകരിക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. SIR സത്യസന്ധവും നീതിപൂർവവുമായി നടപ്പാക്കുന്നു എന്ന് ഉറപ്പുവരുത്തണമെന്നും സതീശൻ ആവശ്യപ്പെട്ടു. അല്ല, അത് നടത്തുമെന്ന് ഇലക്ഷൻ കമ്മീഷൻ പ്രഖ്യാപിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ അത് സത്യസന്ധവും നീതിപൂർവമായ തരത്തിൽ അത് നടപ്പാക്കുമെന്ന് ഉറപ്പുവരുത്തണം. ഇപ്പോൾ ഓൾ പാർട്ടി മീറ്റിംഗ് വിളിച്ചിട്ടുണ്ട്, ഗവൺമെന്റ് വിളിച്ചിട്ടുണ്ട്. ഞങ്ങൾ അതുമായിട്ട് സഹകരിക്കും. എന്നിട്ട് ഗവൺമെന്റ് കൂടി ഇക്കാര്യം ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി സംസ്ഥാനത്തെ BJP ഒഴിച്ചുള്ള രാഷ്ട്രീയ കക്ഷികളും സ്റ്റേറ്റ് ഇലക്ടറൽ ഓഫീസറും അവിടെ അറിയിച്ചു ഈ സമയത്ത് ഇത് ചെയ്യരുത്. എന്നിട്ടും അവർ മനഃപൂർവ്വം നടത്തുവാണ്. സത്യത്തിൽ രാഷ്ട്രീയ പ്രവർത്തകരാണ് ജനങ്ങളെ സഹായിക്കുന്നത്. ഈ സമയത്ത് അവര് പ്രാദേശിക തെരഞ്ഞെടുപ്പുമായി നടക്കുന്ന ഒരു സമയത്ത് ഇത് അടിച്ചേൽപ്പിക്കുക എന്ന് പറയുന്നത് ഒരു ശരിയായ നടപടിയല്ല. അതായത് സത്യസന്ധവും നീതിപൂർവമായ തെരഞ്ഞെടുപ്പാണ് ഒരു ജനാധിപത്യ പ്രക്രിയയിലെ ഏറ്റവും വലിയ മുഖമുദ്ര. അത് ഇല്ലാതാക്കാനാണ് ഇവർ ശ്രമിക്കുന്നത്. തെരഞ്ഞെടുപ്പ് ചൂടിൽ ബീഹാർ. ബീഹാറിൽ വ്യാഴാഴ്ച ഒന്നാം ഘട്ട വോട്ടെടുപ്പ് നടക്കുന്ന 121 മണ്ഡലങ്ങളിലെ പരസ്യ പ്രചാരണത്തിന് നാളെ കൊട്ടിക്കലാശം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ തോക്കുചൂണ്ടൽ പരാമർശമാണ് ഏറ്റവും ഒടുവിലെ ചർച്ച. കോൺഗ്രസിന്റെ തലയ്ക്കുമേൽ തോക്കു ചൂണ്ടിയാൽ RJD തേജസ്വി മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാക്കാൻ സമ്മതിപ്പിച്ചതെന്നായിരുന്നു അദ്ദേഹത്തിന്റെ പരിഹാസം. പോളിംഗ് ബൂത്തിൽ ജാഗ്രത വേണമെന്നും അല്ലെങ്കിൽ BJP വോട്ടുകുളം നടത്തുമെന്നുമാണ് രാഹുൽ ഗാന്ധിയുടെ വിമർശനം. ഒരു പ്രധാനമന്ത്രി പാലിക്കേണ്ട മിനിമം നിലവാരം പാലിക്കാൻ മോദി തയ്യാറാവണമെന്നായിരുന്നു കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെയുടെ മറുപടി. തെലങ്കാനയിൽ ലോറിയും ബസും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ 20 പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടു. മംഗാറെഡ്ഡി ജില്ലയിലെ ചെവ്വല്ലയിൽ രാവിലെ 7:30-നാണ് ദാരുണ സംഭവം ഉണ്ടായത്. മിർജഗുഡ ഖാനാപൂർ റോഡിൽ ബൈക്കിനെ മറികടക്കാൻ ശ്രമിച്ച ലോറി എതിരെ വന്ന ബസ്സിൽ ഇടിക്കുകയായിരുന്നു. മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് കേന്ദ്രം 2 ലക്ഷം വീതം ധനസഹായം പ്രഖ്യാപിച്ചു. പരിക്കേറ്റവർക്ക് 50,000 രൂപ അനുവദിച്ചെന്നും പ്രധാനമന്ത്രി അറിയിച്ചു. അഭിലാഷ് ടാറ്റാകൃഷ്ണൻ വിവരങ്ങളുമായി ചേർന്നു. അഭിലാഷ്, ഏറെ ദാരുണമായ സംഭവമാണ് തെലങ്കാനയിൽ ഉണ്ടായത്. അതെങ്ങനെയാണ് ഈ അപകടം ഉണ്ടായതിന്റെ കാരണം എന്തെങ്കിലും ലഭ്യമാണോ? വിവരം അറിയാമോ? ഇന്ന് രാവിലെ 7:30-നാണ് ഇത്തരത്തിൽ ദാരുണമായ ഒരു സംഭവം തെലങ്കാനയിൽ ഉണ്ടായത്. തെലങ്കാനയിലെ രംഗാറെഡ്ഡി ജില്ലയിലെ ചെവല്ല എന്ന് പറയുന്ന സ്ഥലത്താണ് രാവിലെ 7:30 ഈ ചരലുമായി എത്തിയ ലോറി നേരെ എതിരെ വന്ന ബസ്സിലേക്ക് ഇടിക്കുന്നത്. അതായത് രാവിലെ 7:30 ഈ ലോറി പ്രധാനപ്പെട്ട ഈ റോഡിലേക്ക്, അതായത് മിർജഗുഡ ഖാനാപൂർ റോഡ് വഴി സഞ്ചരിക്കുകയായിരുന്നു. അപ്പോൾ മുന്നേ പോയ ബൈക്കിനെ മറികടക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോഴാണ് ഈ ലോറി എതിരെ വന്ന ബസ്സിലേക്ക്, ആളുകളുമായി വന്ന ബസ്സിലേക്ക് ഇടിച്ചു കയറിയതും. പക്ഷേ നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാം, ലോറി ബസ്സിൽ ഇടിക്കാതിരിക്കാനായിട്ട് ഇടത്തോട്ട് തിരിച്ചെങ്കിലും ആ ഒരു വേഗതയിൽ ലോറി നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ലെന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെ ലോറി നേരെ ബസ്സിന് മുകളിലേക്ക് മറിഞ്ഞു വീഴുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. എന്നിട്ട് ഈ ലോറിയിൽ ഉണ്ടായിരുന്ന ചരലെല്ലാം ഈ ബസ്സിലേക്ക് മറിയുകയായിരുന്നു. അങ്ങനെ
ബസ്സിലുണ്ടായിരുന്ന നിരവധി ആൾക്കാർക്ക് മുകളിലേക്ക് ഈ ചരൽ എല്ലാം മറിഞ്ഞു വീഴുകയും അതിനകത്ത് ആളുകൾ കുടുങ്ങിപ്പോകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. പിന്നീട് നിരവധി മണിക്കൂറുകളെടുത്താണ് ബസ്സിൽ നിന്ന് ആളുകളെ വെട്ടിപ്പൊളിച്ചെടുത്തതെങ്കിലും നിരവധി പേർ കൊല്ലപ്പെട്ടു. ഒരുപാട് പേർക്ക് നിരവധി പേർ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഇതിൽ നിലവിൽ 2 ലക്ഷം രൂപ ഈ മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് കേന്ദ്രം പ്രഖ്യാപിച്ചിരിക്കുന്നു. അതുപോലെ പരിക്കേറ്റവർക്ക് 50,000 രൂപയും പ്രഖ്യാപിച്ചിരിക്കുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ വിഷയത്തിൽ അനുശോചനം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തെലങ്കാന മുഖ്യമന്ത്രിയും അനുശോചനം രേഖപ്പെടുത്തി. ഇപ്പോൾ ആശുപത്രിയിൽ കഴിയുന്ന ആൾക്കാരുടെ ചികിത്സയ്ക്ക് വേണ്ടതെല്ലാം ചെയ്യുമെന്നും അദ്ദേഹം പ്രഖ്യാപിച്ചു കഴിഞ്ഞു. നിലവിൽ ഇന്ന് രാവിലെ ഉണ്ടായ ആക്രമണം, ഈ ഒരു അപകടം വലിയ രീതിയിൽ ആളുകളെ ഞെട്ടിപ്പിച്ച ഒരു സംഭവമായിരുന്നു. കാരണം നിരവധി ആളുകൾ, സാധാരണക്കാരായിട്ടുള്ള ആളുകൾ വീടുകളിലേക്കും അതുപോലെ സ്കൂളുകളിലേക്കും ഒക്കെ പോകുന്ന ഒരു സാഹചര്യമായിരുന്നു. അപ്പോഴാണ് ഇത്തരത്തിൽ വെളുപ്പിന് രാവിലെ ഒരു അപകടമുണ്ടായത്. ഇതിൽ ലോറി ഡ്രൈവറുടെ ഭാഗത്തു നിന്നുണ്ടായ വീഴ്ച തന്നെയാണ് ഇത്തരത്തിലൊരു അപകടമുണ്ടായെന്നുള്ളത് നമുക്ക് പ്രഥമ ദൃഷ്ടിയെ തന്നെ മനസ്സിലാകും. കാരണം അലക്ഷ്യമായ രീതിയിൽ മറ്റൊരു വാഹനത്തെ മറികടക്കുന്നതിനിടെ അമിത വേഗത്തിൽ മറികടക്കാൻ ശ്രമിക്കുമ്പോഴാണ് ഇത്തരത്തിലൊരു അപകടം ഉണ്ടായത്. അതിൽ നിരവധി പേർ കൊല്ലപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് വളരെ സങ്കടകരമായ ഒരു കാര്യം കൂടിയാണ്. ഭവ്യ. അഭിലാഷ് രാധാകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്. തെഹ്രീക്ക് താലിബാൻ പാകിസ്ഥാൻ ആക്രമണം നടത്തുമെന്ന് ഭീഷണി മുഴക്കിയതിന് പിന്നാലെ ലാഹോറിൽ അതീവ ജാഗ്രത. ആക്രമണം ഭയന്ന ആളുകൾ കൂട്ടപലായനം നടത്തുന്നതായി റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു. പലായനം നടത്തുന്നവരുടെ വീടുകൾ പാക് സൈന്യം കൈയേറുന്നുവെന്നും TTPയുടെ ആരോപണം ഉയരുന്നുണ്ട്. അഫ്ഗാനെതിരെ നീങ്ങാനാണ് തീരുമാനമെങ്കിൽ പാകിസ്ഥാന്റെ സമ്പദ്ഘടന തന്നെ ഇല്ലാതാക്കുമെന്നും TTP. അഭിലാഷ് നൽകും വിവരങ്ങൾ. അഭിലാഷ്, വിശദാംശങ്ങൾ. ഭവ്യ, ഇപ്പോൾ TTPയുടെ ഭാഗത്തുനിന്നുണ്ടായ ഒരു ഭീഷണിയാണ് ഇത്തരത്തിൽ പാകിസ്ഥാനിൽ ചില അരക്ഷിതാവസ്ഥകൾ സൃഷ്ടിച്ചിരിക്കുന്നത്. ഈ ലാഹോറിൽ നിന്നടക്കം നിരവധി ആളുകൾ ഇപ്പോൾ പലായനം ചെയ്യുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. TTP പറയുന്നത് ഇങ്ങനെയായിരുന്നു: ഇത്തരത്തിൽ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്ന് ഇനിയും ആക്രമണങ്ങളോ ഉണ്ടായാൽ ഡ്യൂറൻ ലൈനിൽ, അതായത് പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ അതിർത്തിയിൽ നിന്ന് ആക്രമണം ലാഹോറിലേക്കും വ്യാപിപ്പിക്കുമെന്നുള്ളതാണ് TTPയുടെ ഭീഷണി. ഇത് 2 ദിവസമായി ഈ ഭീഷണി വന്നിട്ട് ഇതിനു പിന്നാലെയാണ് ലാഹോറിൽ പാകിസ്ഥാൻ വലിയ രീതിയിലുള്ള അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകുകയും സെക്യൂരിറ്റി അവിടെ കനപ്പിക്കുകയും ചെയ്തു. അതിനുശേഷം ഇപ്പോൾ ആളുകൾ, ഈ ലാഹോറിൽ നിന്ന് ആളുകൾ ഒഴിഞ്ഞു പോകുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തിയെന്നുള്ളതാണ് വിവരങ്ങൾ പുറത്തു വരുന്നത്. മാത്രമല്ല TTP ഇതിൽ പ്രതികരണങ്ങൾ നടത്തുന്നുണ്ട്. അതായത് ഈ ആളുകൾ പലായനം ചെയ്തു പോകുന്ന ആളുകളുടെ വീടുകളിലേക്ക് ലാഹോറിലെ പാകിസ്ഥാൻ സൈന്യം അവിടെ അതിക്രമിച്ച് കയറുന്നുവെന്നും അവരുടെ വീടുകളിൽ നിന്ന് സാധനങ്ങളെല്ലാം മോഷ്ടിക്കുന്നുവെന്നുമുള്ള ശക്തമായ ആരോപണം കൂടി TTP ഉന്നയിക്കുന്നുണ്ട്. പിന്നാലെ തന്നെ TTP തന്നെ കൂടുതൽ, അതായത് ഇത്തരത്തിൽ ഇനിയും പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാനെതിരെ നീങ്ങുകയാണെങ്കിൽ, TTPക്കെതിരെ നീങ്ങുകയാണെങ്കിൽ പാകിസ്ഥാന്റെ സമ്പദ്ഘടനയെ തന്നെ നശിപ്പിക്കാൻ കഴിയുന്ന തരത്തിലേക്ക് ആക്രമണം വ്യാപിപ്പിക്കും. പാകിസ്ഥാന്റെ പ്രധാനപ്പെട്ട നഗരങ്ങളിൽ എല്ലാം ആക്രമണം നടത്തുമെന്നുള്ളതാണ് TTPയുടെ പ്രസ്താവന. അതിനു പിന്നാലെ തന്നെ ഈ ദിവസങ്ങളിൽ ഇപ്പോൾ അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനുമായിട്ടുള്ള വെടിനിർത്തൽ നിലവിലുണ്ടെങ്കിൽ പോലും പരസ്പരമുള്ള വാക്കേറ്റവും വെല്ലുവിളികളും തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഭവ്യ, ഇപ്പോൾ പറയുന്നത് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ആക്രമണം അഫ്ഗാനിസ്ഥാന്റെ ഭാഗത്തുനിന്നുണ്ടായാൽ അഫ്ഗാനിസ്ഥാനെതിരെ ശക്തമായ തിരിച്ചടിക്കുമെന്നും അത് തുടരെ അഫ്ഗാനെതിരെ ആക്രമണം നടത്താനുള്ള കഴിവ് പാകിസ്ഥാനുണ്ടെന്നും പാകിസ്ഥാന്റെ മന്ത്രിയായിട്ടുള്ള ഖ്വാജ ആസിഫും പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അങ്ങനെ തെഹ്രീക്ക് താലിബാൻ പാകിസ്ഥാനും പാകിസ്ഥാന്റെ ഭരണാധികാരികളും പരസ്പരമുള്ള വാക്കേറ്റവും വെല്ലുവിളികളും നടക്കുന്ന ഒരു സമയത്താണ് ഇത്തരത്തിൽ പാകിസ്ഥാനിലെ ലാഹോറിൽ നിന്ന് ആളുകൾ പലായനം ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്, അവിടെ സുരക്ഷ കർശനമാക്കുന്നത്. ഭവ്യ. അഭിലാഷ് രാധാകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്. KSRTC പെൻഷൻ വിതരണത്തിന് 24.34 കോടി രൂപ അനുവദിച്ച സർക്കാർ ഈ വർഷം ഇതിനകം 933.34 കോടി രൂപ KSRTCക്ക് നൽകി. പ്രത്യേക സഹായമായി 350 കോടി രൂപയും പെൻഷൻ വിതരണത്തിന് 583.44 കോടി രൂപയുമാണ് KSRTC ലഭിച്ചത്. കഴിഞ്ഞ സാമ്പത്തിക വർഷം ബജറ്റിൽ അനുവദിച്ചിരുന്ന 900 കോടി രൂപയ്ക്ക് പുറമെ 676 കോടി രൂപ അധികമായി കോർപ്പറേഷന് നൽകിയെന്നും ധനമന്ത്രി KN ബാലഗോപാൽ. മെസ്സിയും അർജന്റീന ടീമും മാർച്ചിൽ കേരളത്തിലെത്തുമെന്ന് പ്രഖ്യാപിച്ച മന്ത്രി വി അബ്ദുറഹിമാൻ 2 ദിവസം മുൻപ് ടീമിന്റെ മെയിൽ വന്നിരുന്നു. കലൂർ സ്റ്റേഡിയത്തിന് അന്താരാഷ്ട്ര നിലവാരം ഉണ്ടെങ്കിലും ഫിഫ അംഗീകാരം കൂടി ലഭിക്കാനുണ്ട്. ഈ മാസം കളി നടക്കാതെ പോയത് സ്റ്റേഡിയം നവീകരണം വൈകിയതിനാലാണെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. തീർച്ചയായും നമുക്ക് കഴിഞ്ഞ ദിവസം 3 ദിവസം വന്നൊരു മെയിലിലാണ് അത് അറിയിച്ചത്. എനിക്ക് അതുമായി കൂടുതൽ ചർച്ച ചെയ്യേണ്ടത് അവരോടുമാണ്. അവരിങ്ങനെ തോന്നുന്ന സമയത്ത് ഇത് മാറ്റുക എന്ന് പറഞ്ഞാൽ നമുക്ക് സംഭവിക്കും. നമുക്ക് നിങ്ങളിതിൽ കാണേണ്ടത്, ഞാൻ മറ്റൊന്നും ആയിട്ടല്ല, നമ്മൾ ആത്മാർത്ഥമായിട്ടുള്ള ശ്രമമാണ്. വലിയൊരു ശ്രമം ഇതിൽ നടന്നിട്ടുണ്ട്. അത് നിങ്ങൾ ആദ്യം കാണുക. കേരളത്തിൽ ഇത്തരത്തിൽ കളി വരിക എന്നാണ് നമ്മളെല്ലാം തന്നെ ഇഷ്ടപ്പെടുന്നത്, ഫുട്ബോൾ പ്രേമികളെക്കായും. സത്യത്തിൽ ആ സ്റ്റേഡിയത്തിൽ
അതിനെല്ലാ സൗകര്യം ഉണ്ടാവുമെന്നാണ് നമ്മൾ വിചാരിച്ചത്. അതിനാണ് 500-600 ആളുകൾ 1000 വരെ തൊഴിലാളികൾ വെച്ച് വേഗത്തിൽ നടക്കും. സമയത്തിന് പൂർത്തിയില്ല. അവസാനം നമുക്ക് ഇപ്പോൾ ഫയറുമായി ബന്ധപ്പെട്ട ഒരു NFC, ഇലക്ട്രിക്കൽ ഡിവിഷൻ NFC, അവിടെ ഇപ്പോൾ GCDA വർക്ക് നടക്കുന്നുണ്ട്. അവിടെ കയറിയപ്പോഴാണ് അതിൻ്റെ ഒരു അപകടം മനസ്സിലായത്. അപ്പോൾ അത് ആ കേബിളുകൾ മുഴുവൻ റീപ്ലേസ് ചെയ്ത് ഇപ്പോൾ ചെയ്യേണ്ടത്. അതുകൊണ്ടാണ് ഇലക്ട്രിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ് അതിനൊരു അപ്രൂവൽ തരാൻ മാക്സിമം 15 ദിവസത്തിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് ഫിഫ അംഗീകാരം നമ്മുടെ സ്റ്റേഡിയത്തിന് കിട്ടും എന്നുള്ള പ്രതീക്ഷയാണ്. നിങ്ങളെപ്പോലും തന്നെയാണ് എനിക്കും ഈ കാര്യത്തിലുള്ളത്. ഞാനും അതിൽ പ്രതീക്ഷിക്കുന്നത് നല്ല രീതിയിൽ തന്നെ ഇതിനുവേണ്ടി അധ്വാനിച്ചിട്ടുണ്ട്. രാജ്യത്തെ തെരുവ് നായ ശല്യത്തിൽ സുപ്രീം കോടതിയുടെ ഇടക്കാല ഉത്തരവ് വെള്ളിയാഴ്ച. സർക്കാർ സ്ഥാപനങ്ങളുടെ പരിസരത്ത് തെരുവ് നായകൾക്ക് ഭക്ഷണം നൽകുന്നതിൽ ഇടപെടുമെന്ന് 3-അംഗ ബെഞ്ച് അറിയിച്ചു. തെരുവ് നായ ആക്രമണങ്ങൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ വിഷയത്തിൽ കോടതി സ്വമേധയാ കേസെടുക്കുകയായിരുന്നു. നായ്ക്കളുടെ പ്രത്യുൽപാദന നിയന്ത്രണത്തിൽ സംസ്ഥാനങ്ങൾ സത്യവാങ്മൂലം സമർപ്പിച്ചിരുന്നില്ല. അക്കാരണത്താൽ കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും ചീഫ് സെക്രട്ടറിമാർ ഇന്ന് നേരിട്ട് ഹാജരാകണമെന്ന് കോടതി ഉത്തരവിട്ടിരുന്നു. കേരളത്തെ പ്രതിനിധീകരിച്ച് തദ്ദേശ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി ടിങ്കു ബിസ്വാൾ ഹാജരായി. തെരുവുനായ ശല്യത്തിൽ ഇടക്കാല ഉത്തരവ് വെള്ളിയാഴ്ച വരും. റിലയൻസ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് മേധാവിമാരായ മുകേഷ് അംബാനിയും നിത അംബാനിയും ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമിന്റെ ഫൈനൽ മത്സരം കാണാൻ DY പാട്ടീൽ സ്റ്റേഡിയത്തിലെത്തി. ടീം ആദ്യ ലോകകപ്പ് കരസ്ഥമാക്കിയതിനെ ഇരുവരും അഭിനന്ദിച്ചു. ധൈര്യത്തോടെയും ആത്മവിശ്വാസത്തോടെയും മത്സരത്തെ നേരിട്ട കളിക്കാരെ ഓർത്ത് തങ്ങൾക്ക് അഭിമാനമുണ്ടെന്ന് നിത അംബാനി പറഞ്ഞു. At the stroke of midnight, our girls have won the first ever ICC World Championship. I think you have made the whole nation swell with pride. The way you have played with courage, conviction and confidence. We are all so proud of you. And I just want to say thank you, thank you, thank you. Dhanyavad and Jai Hind. ഇടവേളയ്ക്ക് ശേഷം സ്പോട്ട് ലൈവ് കാണാം. ടോം കുര്യാക്കോസ്.